Okay. Good evening, students. Good evening, sir. Good evening. Sir. Okay. Good evening, sir. Okay. Good evening. Video on out. Adil Majid, Fatima Salim, Ramin, Hanna, Irshad. Book അടച്ചു വെച്ചേ. ബുക്കൊക്കെ അടച്ചു വെച്ചേ. എന്താണ് 8C5 വാല്യൂ? 8C5 എങ്ങനെ കണ്ടുപിടിക്കാം? 8C5 equal to Sana. 8 into 7 into 6 in 8 into 7 into 6 into 4 into 5 divided by 1 into 2 into 3 into 4 into 5. 1 into 2 into 3 into 4 into. ശരി ശരി. വേറെ മാർഗം ഉണ്ട് കേട്ടോ. 8C5. വേറെന്താ മാർഗം? എന്താ ഷാമിനെ? ഷാമിനെ വേറെന്തെങ്കിലും മാർഗം ഉണ്ടോ? പൊടിക്കോടെ എളുപ്പത്തില് 8C5 ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കണ്ടുപിടിക്കാൻ മാർഗമുണ്ടോ? 8C3 കണ്ടുപിടിച്ചാൽ പോരെ? 8C3 കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. 8C3 ഈ 4ഉം 5ഉം വെട്ടിപ്പോന്നേ. 5 5 4 4. അപ്പോൾ ഇത് 8C3 ആയി. 8C5 equal to 8C3. കുഴപ്പമില്ല, രണ്ടും ശരിയാണ് കേട്ടോ. 8C5 equal to 8C3. ഓക്കെ. 10C7 ഈക്വൽ ആയിട്ട് വേറൊരു കോമ്പിനേഷൻ പറഞ്ഞു. 10C7 അർഷാദെ, 10C7 ഈക്വൽ ആയിട്ടൊരു കോമ്പിനേഷൻ. അതായത് എത്രയാണല്ല, ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള വേറൊരു കോമ്പിനേഷൻ പറയാനാ പറഞ്ഞത്. 10C7 ഈക്വൽ ടു 10C3. ഓക്കെ ഓക്കെ. 10C7 ഈക്വൽ ടു 10C3 ആണ്. 10C3. Then value of NCN. NCN എത്രയാണ് അനന്ത് പി എം എ? NCN വാല്യൂ. NCNന്റെ വാല്യൂ NCN എത്രയാണ്? NCN minus N. NCN minus N. NCN minus N. ശരി, അതെത്രയാ? NCN minus N. NC 1. 1. എന്നിൽ നിന്ന് N പോയ 1 അല്ല, NC C ഉള്ളൂ, വേറൊന്നുമില്ല അവിടെ. പിന്നെ 0 ഇല്ലേ? 0 എഴുതിയാൽ കുഴപ്പം. നാണക്കേട് 0 പറയാം. 0 അത്ര 0 മോശക്കാരനൊന്നുമല്ല കേട്ടോ. നീ ഉദ്ദേശിക്കുന്ന പുള്ളി അല്ല 0 ഉണ്ടോ? NC0 ആണ്. NC0 എന്താ? NCN NC0 ആണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചോട്ടെ. എനിക്ക് എന്റെ വാല്യൂ ആയിരുന്നു വേണ്ടത്. രണ്ടും ഒന്നാണ്. NCNും NC0യും രണ്ടും സെയിം ആണ്. അത് ഞാൻ സമ്മതിച്ചു. എത്ര എന്റെ വാല്യൂ അനന്ത് പി എം എ? അതിന്റെ വാല്യൂ 1 ആണോ? 1 ആണ്. NCNും NC0യും 1 ആണ് കേട്ടോ. NCN NC0 രണ്ടിന്റെയും വാല്യൂ 1 ആണ്. Then 10C1 എന്താ ഇർഷാദെ? 10C1 വാല്യൂ എത്രയാണ്? 10C1 10. NC1 ഇർഷാദെ? 1. 1. 10C1 10. NC1 1 ടാ. 0 ആണോ?
പഠിച്ചിട്ടില്ലല്ലോ അതെ. NC1 എന്തോരം ഗ്രേസ് NC1 വാല്യൂ? n. NC1 ഈക്വൽ ടു n ആണ്. NC1 ഈക്വൽ ടു n. ശരി, എക്സസൈസിലേക്ക് പോരെ കേട്ടോ. എക്സസൈസിലേക്ക് പോരെ. നമ്മൾ നിർത്തിയേക്കണത് എത്രാമത്തെ ക്വസ്റ്റ്യനിലാണ്? 7. അടുത്ത ഇനി 8 ആണോ ചെയ്യാനുള്ളത്? ഓക്കെ ഓക്കെ, എന്നാ ക്വസ്റ്റ്യൻ നമ്പർ 8 വായിച്ച് ചെയ്തോളുക. ക്വസ്റ്റ്യൻ നമ്പർ 8 വായിക്കുക, ചെയ്യുക. എ ബാഗ് കണ്ടെയ്ൻസ് 5 black and 6 red balls. A bag contains 5 black and 6 red balls. Determine the number of ways in which 2 black and 3 red balls can be selected. 2 black and 3 red balls നമുക്ക് എടുക്കണം. ബ്ലാക്ക് ആൻഡ് 3 റെഡ് ബോൾ. ഇന്നലെ ചെയ്ത പോലെ ഞാൻ കേട്ടോ, പ്രത്യേകത ഒന്നുമില്ല. നിങ്ങൾ തന്നെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. എ ബാഗ് കണ്ടെയ്ൻസ് 5 black and 6 red balls. Bag contains 5 black and 6 red balls. Determine the number of ways in which 2 black and 3 red balls can be selected. 2 ബ്ലാക്കും 3 റെഡ് ബോൾസും സെലക്ട് ചെയ്യണം. എത്ര രീതിയിൽ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ദുൽഫിക്കർ അതിന്റെ ആൻസർ? 5C2 into 6C3. ഓക്കെ. 5C2 into 6C3 ആണ് കേട്ടോ. 5C2 into 6C3. നമുക്ക് 5 ബോളിൽ നിന്ന് 2 ബ്ലാക്ക് ബോൾ അല്ലെ. 5 ബോളിൽ നിന്ന് 2 ബ്ലാക്ക് ബോൾ 5C2 വേസിൽ എടുക്കാം. അതുപോലെ തന്നെ 6 റെഡ് ബോളിൽ നിന്ന് 3 റെഡ് ബോൾ 6C3 വേസിൽ എടുക്കാം. അപ്പോൾ ആൻസർ 5C2 into 6C3 ആണ്. 5C2 into 6C3. സിംപ്ലിഫൈ എത്ര കിട്ടും? 5C2 എത്രയാ? 5C2 വാല്യൂ എത്രയാ? ആദിൽ മജീബ് 5C2? 5C2 എത്ര വരും? 5 into 6 അല്ല 5 into 4 by 1 into 2. അത് എത്രയാടാ? അത് കട്ട് ചെയ്യണം. 2ഉം 1ഉം അല്ല 2ഉം 4ഉം കട്ട്. നീ കട്ട് ചെയ്ത് പറ. ഇന്ന് ചെയ്തിൽ എത്ര നേരമായിട്ടും ഇല്ല. നീ പിന്നെ എന്നെ എടുക്കൂടെ? ചെയ്യുക. 5 വരും. 5 വരും. 5C2 എന്തോടെ നോക്കി? അല്ല 10. 5C2 10 വരും. 6C3 6C3 എത്രയാണ് യമീൻ? 6C3 18. 18. എങ്ങനെയാ യമീനെ കിട്ടിയത്? 6C3 കണ്ടുപിടിക്കണ എങ്ങനെയാ? ഇല്ല സാർ, തെറ്റിപ്പോയി. എങ്ങനെയാ 6C3 കണ്ടുപിടിക്കണേ? ഞാൻ പേരിവിടെ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. ആൻസർ പറയാൻ താമസിക്കുന്നവർ ഞാൻ പേരിവിടെ നോട്ട് ചെയ്ത് വെക്കും. അറിയില്ല സാർ. അറിയില്ല. ശരി. എത്രയാ ഫാത്തിമ? 6C3 20. 20. 10 into 20. 10 into 20 equal to 200. Question number 9.
Last question. വായിച്ചു ചെയ്തോളുക. In how many ways can a student choose? In how many ways can a student choose a program of 5 courses if 9 courses are available and 2 specific courses are compulsory for every student? ക്വസ്റ്റ്യൻ വായിച്ച് കണ്ടുപിടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നെ. എന്താ ക്വസ്റ്റ്യന്റെ മീനിങ്? എന്താണ് ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത്? എന്താ തസ്കിന? തസ്കിന മ്യൂട്ട് ചെയ്തോട്ടോ, ഒന്നും കേൾക്കാൻ പാടില്ല. അന്ന അന്ന സന്നയുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് കേട്ടോ. സൗണ്ട് ക്ലിയർ അല്ല, ഞാനിവിടെ നോട്ട് ചെയ്ത് നോക്കിയാണ്. എനിക്കൊന്നും തിരിയണില്ല മോളെ, എനിക്ക് പറയുന്നൊന്നും ക്ലിയർ ആവുന്നില്ല. ഹസ്ന നജീബ, പറഞ്ഞോ. എന്നാണ് തന്നേക്കണത്? എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 5 കോഴ്സ് എത്ര സ്റ്റുഡൻസിനെ ചൂസ് ചെയ്യണം? 5 കോഴ്സ് സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാം. If 9 കോഴ്സിൽ അവൈലബിൾ ആയിട്ട് 2 സ്പെസിഫിക് കമ്പൽസറി ഹസ്നിക്ക് മനസ്സിലായത് എന്നാ നിങ്ങൾ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞോ. ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ശരി 5 കോഴ്സിലുള്ള എത്ര സ്റ്റുഡൻസ്, ഒരു സ്റ്റുഡന്റിന് മനസ്സിലായില്ല. ഇതിനകത്ത് പ്രത്യേക കാര്യമൊന്നുമല്ലോ. ഇംഗ്ലീഷ് ആ ഒരു സെന്റൻസ് വായിച്ച് അതിന്റെ അർത്ഥം പറയുകയെന്നുള്ളൂ. ആ സെന്റൻസ് വായിച്ചിട്ട് അതിന്റെ മീനിങ് എന്താന്ന് പറയുക. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്തായാലും സുഹൃത്തെ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ മീനിങ് മനസ്സിലായെങ്കിൽ പിന്നെ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ തന്നിരിക്കുന്ന ഒരു സെന്റൻസ് വായിച്ച് അതിന്റെ മീനിങ് മനസ്സിലായാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് കേട്ടോ. അത് നിങ്ങളെ കൊണ്ട് സാധിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആൻസർ എഴുതും. പറഞ്ഞ സുഹൃത്തെ, എല്ലാ സ്റ്റുഡന്റിനും 2 സ്പെസിഫിക് കോഴ്സ് വേണം. 9 കോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. 5 കോഴ്സുള്ള പ്രോഗ്രാം. നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ? പറയുന്ന കാര്യങ്ങള് വ്യക്തമായിട്ട് ഒരു കംപ്ലീറ്റ് ഒരു സെന്റൻസ് ആയിട്ട് പറ കേട്ടോ. നിങ്ങൾ അവിടെ ഇവിടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ലല്ലോ. എനിക്ക് അങ്ങനെ കേട്ടാൽ മനസ്സിലാവില്ല. പറയുന്ന കാര്യം വ്യക്തതയോടുകൂടി പറയുക. എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് കണ്ടീഷൻ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എലിസബത്തെ പെട്ടെന്ന് പറഞ്ഞ് സമയങ്ങളാതെ. 5 കോഴ്സ് ഉള്ളൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. 5 കോഴ്സുള്ള പ്രോഗ്രാം. ഒരു സ്റ്റുഡന്റ് ചൂസ് എ പ്രോഗ്രാം ഓഫ് 5 കോഴ്സസ്. ആ കോഴ്സ് വേണ്ടിയിട്ട് സബ്ജക്ട് എന്ന് ആക്കിക്കോ നിങ്ങൾ. സബ്ജക്ട് 5 സബ്ജക്ട് കേട്ടോ. കോഴ്സ് വേണ്ടിയിട്ട് സബ്ജക്ട് എന്ന് അങ്ങനെ ചിന്തിച്ചോ, ഒരു കുഴപ്പമില്ല. 5 സബ്ജക്ട്. പറഞ്ഞോ. 9 സബ്ജക്ട് ആർ അവൈലബിൾ ആണ്. ശരി, 9 സബ്ജക്ട് ഉണ്ട്. ആകെ 9 സബ്ജക്ട് ഉണ്ട്. എന്ത് ചെയ്യണം? എല്ലാ സ്റ്റുഡന്റിനും 2 സ്പെസിഫിക് കോഴ്സസ് കമ്പൽസറി ആണ്. ശരി, 2 എണ്ണം നിർബന്ധമായിട്ടും വേണം. 2 എണ്ണം നിർബന്ധമാണ്. ശരി, പിന്നെ ആകെ 9 സബ്ജക്ട് ഉണ്ട്. ഞാൻ കോഴ്സ് മാറ്റിയിട്ട് സബ്ജക്ട് എന്നാക്കി കേട്ടോ. ആകെ 9 സബ്ജക്ട് ഉണ്ട്. 9 സബ്ജക്റ്റിനകത്ത് 2 സബ്ജക്ട് കമ്പൽസറി ആണ്. പിന്നെ എന്താ പറഞ്ഞേക്കണേ? എന്താ കണ്ടുപിടിക്കണ്ടേ?
5 കോഴ്സുള്ള ഒരു പ്രോഗ്രാം എത്ര വേസിൽ സെലക്ട് ചെയ്യാൻ ഒരു സ്റ്റുഡന്റ്? ഒരു സ്റ്റുഡന്റ് അതിനകത്തുനിന്ന് 5 സബ്ജക്ട് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാന്നാണ് ചോദിച്ചേക്കണത്. ആകെ 9 സബ്ജക്ട് ഉണ്ട്. 9 സബ്ജക്റ്റിൽ നിന്ന് 5 സബ്ജക്ട് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? ഞാൻ കോഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി സബ്ജക്ട് എന്ന് മാറ്റിട്ടോ. 9 സബ്ജക്റ്റിൽ നിന്ന് 5 സബ്ജക്ട് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? അത്രേ ക്വസ്റ്റിന്റെ അർത്ഥമുള്ളൂ. ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നത്? ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവണ്ടേ? എന്നല്ലേ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാതെ എങ്ങനെ ആൻസർ ചെയ്യും? 9 സബ്ജക്റ്റിൽ നിന്ന് 5 സബ്ജക്ട് എങ്ങനെ സെലക്ട് ചെയ്യാം, എത്ര രീതിയിൽ സെലക്ട് ചെയ്യാനാണ് കണ്ടീഷനും തന്നിട്ടുണ്ട്. കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്തായിരിക്കും എന്റെ ആൻസർ ഗൗരി? എന്താണ് ഗൗരിക്ക് തോന്നുന്നത്? സാർ അത് C5 അല്ല 7-5 ആണോ? 7C5 ആണോ? 7C5 അല്ല. എന്തുകൊണ്ടാ ഗൗരി 7 എടുത്തേ? അല്ല 9-ന്ന് 2 കോഴ്സ് കളഞ്ഞു. രണ്ടെണ്ണം കമ്പൽസറി ആണല്ലോ. അപ്പൊ 9 കോഴ്സിൽ നിന്ന് 2 മൈനസ് ചെയ്തപ്പോ 7. ശരി, പിന്നെ എത്ര കോഴ്സ് സെലക്ട് ചെയ്യണം? 5 കോഴ്സ്. 5 കോഴ്സ്. 2 കമ്പൽസറി എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ പിന്നെ 5 എടുക്കുമ്പോ 7 ആവൂലേ? അപ്പൊ 5-ന്ന് 2 മൈനസ് ചെയ്താൽ മതിയോ? 5-ന്ന് 2 മൈനസ് ചെയ്യണം. 5C3 അല്ല. 9C3 ആണോ? അല്ല. ഇത് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കില്ല കേട്ടോ എക്സാമിന് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു തരുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയൊന്നും ആയിരിക്കില്ല എക്സാമിന് ചോദിക്കുന്നത്. നിങ്ങൾക്കത് ചെയ്യേണ്ട രീതി മനസ്സിലാവണം. നിങ്ങൾക്ക് ചെയ്യേണ്ട രീതി പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി എടുക്കണം. വേറെ മാർഗങ്ങൾ ഇല്ലാട്ടോ ഇതിനകത്ത്. അതേ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവണില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ക്വസ്റ്റ്യൻ അത്രയ്ക്ക് സിമ്പിളാ. ആകെ 9 സബ്ജക്റ്റ് ഉണ്ട്. 9 സബ്ജക്റ്റിൽ നിന്ന് 5 സബ്ജക്ട് സെലക്ട് ചെയ്യണം. 2 സബ്ജക്ട് നിർബന്ധമായിട്ടും ഉണ്ട്. 2 സബ്ജക്ട് നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ 2 സബ്ജക്ട് കമ്പൽസറി ആണ്. പിന്നെ അതിനകത്ത് സെലക്ഷൻ ഒന്നുമില്ല. 9 സബ്ജക്റ്റിനകത്ത് 2 സബ്ജക്ട് കമ്പൽസറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. ബാക്കി സ്റ്റുഡന്റിന് ചോയ്സ് എത്രയുണ്ട്? 3 സബ്ജക്ട് എടുക്കാനുള്ള ചോയ്സേ ഉള്ളൂ. 9 സബ്ജക്ട് ഉണ്ടെന്ന് വെച്ചോ. A അല്ലെങ്കിൽ നമ്പർ കൊടുക്കാം. 1 2 3 4 5 6 7 8 9. 9 സബ്ജക്ട് ഉണ്ട്. 1 മുതൽ 9 വരെ. ഈ 9 സബ്ജക്റ്റിനകത്ത് ആകെ 5 സെലക്ട് ചെയ്യണം. 5 സെലക്ട് ചെയ്യാൻ 2 കമ്പൽസറി ആണെന്നേ. ഈ 4ഉം 5ഉം എല്ലാവരും പഠിക്കണം. അല്ലെങ്കിൽ 4ഉം 6ഉം എല്ലാവരും പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ 4ഉം 6ഉം ഇവിടെ വന്നു. പറഞ്ഞു മനസ്സിലായോ? 2 സബ്ജക്ട് കമ്പൽസറി ആണ്. ഞാൻ വെറുതെ 4ഉം 6ഉം എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. 2 സബ്ജക്ട് കമ്പൽസറി ആണ്. ആ 2 സബ്ജക്റ്റും എല്ലാവരും പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഒരു സ്റ്റുഡന്റിന് എത്ര ചോയ്സ് ഉണ്ട്? 4ഉം 6ഉം കമ്പൽസറി എന്ന് പറഞ്ഞാൽ 2 ഇടത്തുനിന്ന് 4ഉം 6ഉം മാറിയില്ലേ? ഇവിടെ നിന്ന് 4ഉം 6ഉം മാറി. ബാക്കി എത്ര സബ്ജക്ട് ഉണ്ട്? ഇനി എത്ര സബ്ജക്ട് ഉണ്ടാമന? 7 സബ്ജക്ട്. 7 സബ്ജക്ട്. ഈ 7 സബ്ജക്റ്റ് ആണ് ഇവിടെ അവശേഷിക്കുന്നത്. ബാക്കി 7 സബ്ജക്ട് ഉണ്ട്. ഈ 7 സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ എത്ര സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യണം? 3 സെലക്ട് ചെയ്യണം. 2 കമ്പൽസറി ആണ്. ഈ 4ഉം 6ഉം പഠിച്ചേ പറ്റുള്ളൂ. 4ഉം 6ഉം നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ 2 നിർബന്ധമായിട്ടും പഠിക്കണം. നമുക്ക് അതിനകത്ത് യാതൊരുവിധ സെലക്ഷനും ഇല്ല. 9 സബ്ജക്ട് തന്നിരിക്കുന്നതിൽ 2 നിർബന്ധമായും പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി 7 ഉണ്ട്. ആ 7 നിന്ന് 3 നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? അതിനുള്ള ചാൻസ് നമുക്കുള്ളൂ. 2 കമ്പൽസറി ആണ്. അപ്പൊ 7 നിന്ന് 3 സെലക്ട് ചെയ്യുക. അതാണ് ഇവിടുത്തെ ആൻസർ. 7C3 ആണ് ആൻസർ. 7C3 ആൻസർ നോട്ട് ചെയ്തോ. Since 2 courses are compulsory, the student has to select. Since 2 courses are compulsory, 2 courses compulsory ആണ്. Since 2 courses are compulsory, the student has to select 3 courses. The student has to select 3 courses from 7 courses.
The student has to select 3 courses from 7 courses, and this can be done in 7C3 ways. And this can be done in 7C3 ways. അതെത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചേ? 7C3. And this can be done in 7C3 ways. 7C3 ways. എത്ര ആൽഫാസ്? 7C3 യുടെ വാല്യൂ 7 into 2 by 1 into 2 into 3. ഒന്നുകൂടെ പറഞ്ഞടാ, കേട്ടില്ലല്ലോ. 7 into 6 into 5 by 1 into 2 into 3. ശരി, 1 into 2 into 3, that is equal to 35. 35. 7C3 equal to 35. സംശയമുണ്ടോ? സംശയത്തിന്റെ അല്ല, നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ശരിക്കും ചിന്തിക്കണം, വേറെ മാർഗമൊന്നുമില്ല. ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയിലായിരിക്കും. 9 കോഴ്സ് തന്നിട്ട് 5 എണ്ണം എടുക്കാനാ പറഞ്ഞേക്കണേ. 2 എണ്ണം നിർബന്ധമാന്ന് പറഞ്ഞു. 2 എണ്ണം നിർബന്ധമാന്ന് പറഞ്ഞാൽ പിന്നെ 7 എണ്ണം ഉള്ളൂ. ആ 7 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുത്താൽ മതി. 7C3 ആണ് അതിന്റെ ആൻസർ. 7C3. എക്സസൈസ് കഴിഞ്ഞു കേട്ടോ. എക്സസൈസ് കഴിഞ്ഞിട്ട് വേറൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. വേറൊരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് കൊടുക്കാം. Simple question കേട്ടോ. In how many ways can one choose? In how many ways can one choose 5 books from 10 different books? In how many ways can one choose 5 books from 10 different books? In how many ways can one choose 5 books from 10 different books? പെട്ടെന്ന് ഉത്തരം എഴുതിക്കേ, കൂടുതലൊന്നും ചിന്തിക്കാനില്ല. In how many ways can one choose 5 books from 10 different books? ഇവിടെ വേറെ കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ല കേട്ടോ. കണ്ടീഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ അത് വെച്ച് കൂടുതൽ ആലോചിക്കേണ്ടത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഇവിടെ കണ്ടീഷൻസ് ഒന്നുമില്ല. അപ്പൊ പെട്ടെന്ന് ഒറ്റയടിക്ക് ആൻസർ എഴുതാം. എന്താ ഏഞ്ചലെ ആൻസർ? 10C5. എത്ര വരുന്നു കണ്ടുപിടിച്ചോ? 10C5 ഈക്വൽ ടു 10C5 ഈക്വൽ ടു എത്ര വരും? എന്ന് പറ. എത്രയാ ഭീമ? 10C5 നിങ്ങളിത് നമ്മളിവിടെ ഉത്തരം പറയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യല്ലോ. നിങ്ങൾ ഓരോരുത്തരും ചെയ്തത് കണ്ടുപിടിക്കണം. ഇവിടെ പറയുമ്പോൾ എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അത് ഉത്തരം കണ്ടുപിടിക്കാനുള്ള സമയം തന്നതിന് ശേഷമാണ് ചോദിക്കുന്നത്. അപ്പൊ ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടിയേ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാന്ന് മാത്രമേ മാർഗമുള്ളൂ. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭീമ കാൽക്കുലേറ്റർ ഒക്കെ എടുക്കണത്. വെറും 52. 252. അടുത്ത ക്വസ്റ്റ്യൻ. What is the number of ways of choosing? What is the number of ways of choosing? What is the number of ways of choosing 4 cards
What is the number of ways of choosing 4 cards? What is the number of ways of choosing 4 cards from a pack of 52 playing cards? From a pack of 52 playing cards. What is the number of ways of choosing 4 cards from a pack of 52 playing cards? What is the number of ways of choosing 4 cards from a pack of 52 playing cards? In how many of these? In how many of these? In how many of these? First question. In how many of this? And the sub questions are not all. 4 കാർഡ് എടുക്കണം 52 കാർഡിൽ നിന്ന് 4 കാർഡ് എടുക്കണം. In how many of these 4 cards of the same suit? 4 cards of the same suit. 4 cards of the same suit. 2. 4 cards belongs to 4 different suits. 4 cards belongs to 4 different suits. 3. 4 cards, are face cards. Are face cards. Are face cards. 4. 2 are red cards and 2 are black cards. 2 are red cards and 2 are black cards. 2 are red cards and 2 are black cards. 5. Cards are of same color. Cards are of same color. Cards are of same color. 5 question ഉണ്ട് കേട്ടോ. 5 question ഉണ്ട്. മെയിൻ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 52 കാർഡിൽ നിന്ന് 4 കാർഡ് എടുക്കുക എന്നാണ് കേട്ടോ. 52 കാർഡിൽ നിന്ന് വെറുതെ 4 കാർഡ് എടുക്കാൻ പറഞ്ഞാൽ 52C4 ആണ് ആൻസർ. ഇവിടെ ഓരോന്നിനും കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. 5 ക്വസ്റ്റ്യനും 5 കണ്ടീഷൻസാ. അതനുസരിച്ചുകൊണ്ടുള്ള ആൻസർ കണ്ടുപിടിക്കണം. 52 കാർഡിൽ നിന്ന് 4 കാർഡ് സെലക്ട് ചെയ്യുക. 52C4 ആണ്. ഇവിടെ അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് ആണ്. ആ കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. ഒന്നാമത്തത് 4 കാർഡ്സ് ഓഫ് ദി സെയിം സ്യൂട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. സെയിം സ്യൂട്ട് എന്താ? സ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 4 കാർഡും സെയിം സ്യൂട്ടിലെ ആയിരിക്കണം. ഏതൊക്കെയാ സ്യൂട്ട്സ്? ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. 4 cards are of the same suits. ഏതൊക്കെയാ അവിനാസ്? പറഞ്ഞോ. പറഞ്ഞോ ഫാത്തിമ. ഡയമണ്ട്, ലവോ? അങ്ങനെ ഞാൻ പഠിച്ചേക്കണം. അങ്ങനെയാണ് പഠിച്ചേക്കുന്നത്. ഫാത്തിമ ചിരിപ്പിക്കൽ. ഫാത്തിമ ഡയമണ്ട് ഹെഡ്സ് ആണ് കേട്ടോ. ഹെഡ്സ്. ഹെഡ്സ്. ഏതാ? അസല അല്ല, ഞാൻ ഇന്നലെ വിശദമായിട്ട് പഠിപ്പിച്ചാണല്ലോ. ഡയമണ്ട്, ഹെഡ്സ്, ക്ലബ്സ് ആൻഡ് സ്പേഡ് കേട്ടോ. ക്ലബ്സ് ആൻഡ് സ്പേഡ് 4 ഡിഫറെന്റ് സ്യൂട്ട്സ്. 4 ഡിഫറെന്റ് സ്യൂട്ട്സ്. ഡയമണ്ട്, ഹെഡ്സ്, സ്പേഡ് ആൻഡ് ക്ലബ്സ്. ശരി, ഇവിടെ നമുക്ക് എന്താ പറയുന്നത്? 4 cards are of the same suit എന്നാണ് പറഞ്ഞേക്കുന്നത്. 4 cards are of the same suit. അപ്പോൾ 4 ചീട്ടും ഡയമണ്ട് ആക്കാം. ശ്രദ്ധിച്ചേക്കാം കേട്ടോ. കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. 4 ചീട്ടും, നമ്മൾ എടുക്കുന്ന 4 ചീട്ടും ഡയമണ്ട് ആകാം, അല്ലെങ്കിൽ 4 ചീട്ടും ക്ലബ്സ് ആവാം, 4 ചീട്ടും ഹെഡ്സ് ആവാം, 4 ചീട്ടും സ്പേഡ് ആവാം. അത്രയും കേസ് ഉണ്ട് കേട്ടോ. കാർഡ്സ് ആർ ഓഫ് ദി സെയിം സ്യൂട്ട് എന്നാണ് പറഞ്ഞേക്കണത്. നമ്മൾ എടുക്കുന്ന ഫാത്തിമ മ്യൂട്ട് ചെയ്യ. നമ്മൾ എടുക്കുന്ന 4 ചീട്ടുകളും സെയിം സ്യൂട്ടിലെ ആയിരിക്കണം.
അതായത് 52 കാർഡ്സ് ഉണ്ട്. 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് 4 കാർഡ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ 4 കാർഡ്സും സ്പെയ്ഡ് ആവണം, അല്ലെങ്കിൽ 4 കാർഡും ഹെഡ്സ് ആവണം, അല്ലെങ്കിൽ 4 കാർഡും ഡയമണ്ട് ആവണം, അല്ലെങ്കിൽ 4 ക്ലബ്സ് ആവണം. എങ്ങനെ പറ്റും? എങ്ങനെ സാധിക്കും? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്? അനന്തു രാജേഷേ, ഞാൻ വരാട്ടോ. അമന വരാം. അനന്തു പറഞ്ഞേ. 13C4. 13C4. അമനയുടെ ആൻസർ എന്തായിരുന്നു? 13C4. ഒന്നാമത്തെ ആൻസർ കഴിഞ്ഞിട്ട് എഴുതാട്ടോ പിള്ളേരെ, കഴിഞ്ഞിട്ട് എഴുതാം. 13C4. ഇത്രയുള്ളോ? തീർന്നോ അമന? into 13C4 into 13C4 അല്ല, തെറ്റി. ഒന്ന് മാത്രമല്ല ഉള്ളൂ. 13, അതായത് നമുക്ക് അതിനകത്ത് 4 കേസ് ഉണ്ട്. 4 കേസാണ് വരുന്നത്. ഒന്ന്, 4 കാർഡ്സ് ഡയമണ്ട്സ് ആവാലോ. 4 കാർഡ്സും എടുക്കുന്ന ഡയമണ്ട്സ് ആവാം. അതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 13C4. ഇനി 4 കാർഡും ഹെഡ്സ് ആവാം. അപ്പോൾ വീണ്ടും 13C4 കിട്ടും. 4 കാർഡും സ്പെയ്ഡ് ആവാം, 13C4. 4 കാർഡും ക്ലബ്സ് ആവാം, 13C4. ശരി, ഇനി അമന പറഞ്ഞതിലാണ് മിസ്റ്റേക്ക് കേട്ടോ. ഇതൊക്കെ ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പ്ലസ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ അല്ല, പ്ലസ് ആണ്. എന്തുകൊണ്ട്? ഇത്ര നാളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ അല്ലെ? എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ പ്ലസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ മാറിയിട്ട് എന്തുകൊണ്ട് പ്ലസ് വന്നു? ആർക്ക് പറയാം? എമിൻ ആൻസർ പറയാൻ കൈവയ്ക്കണാണ് എമിനെ. പറഞ്ഞോ. ഇനി ഇത് 4ഉം സെയിം സ്യൂട്ടിലുള്ള കാർഡ്സ് ആയതുകൊണ്ടാണോ? അല്ല, എനിക്കറിയില്ല. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് നമ്മൾ ഇത്ര നേരം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഇവിടെ ഉപയോഗിക്കാത്തത്? സംഷാദേ, 4 ഡിഫറെന്റ് സ്യൂട്ട്സ് ഏതാണോ? 4 ഡിഫറെന്റ് സ്യൂട്ട്സ് എന്നുള്ളതല്ലടാ അതിന്റെ ആൻസർ. ഒരു കാരണം അതൊക്കെയാണ്, എന്നാലും 4 ഡിഫറെന്റ് സ്യൂട്ട്സ് അങ്ങനെയല്ല അതിന്റെ ആൻസർ. ശരി, ഒരു കാര്യം ചെയ്യാം. അടുത്ത തന്നെ നോട്ടെ. അടുത്തുണ്ടല്ലോ. ടോട്ടൽ 52 ഉള്ളതുകൊണ്ടാണോ? ടോട്ടൽ എപ്പോഴും 52 അല്ലേ? അല്ല, പ്ലസ് ചെയ്യുമ്പോഴാണല്ലോ 52 കിട്ടണത്. അല്ലല്ല സർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരുള്ളൂ എന്നല്ലേ പറഞ്ഞേക്കണേ? അതുകൊണ്ടാണോ? അല്ല, എനിക്ക് വേണ്ട വ്യക്തമായ കാരണം എനിക്ക് കിട്ടിയിട്ടില്ല. ഇത്ര ചെയ്തേക്കണം മനസ്സിലായി. ഇപ്പം ഒരു കാര്യം മാത്രമേ പിടികിട്ടാനുള്ളൂ കേട്ടോ. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ല എന്നുള്ളത് മാത്രമാണ് പിടികിട്ടാനുള്ളത്. ഓക്കെ അല്ലെ? ബാക്കി കുഴപ്പമില്ലല്ലോ. മൊത്തം 4 ചീട്ട് എടുക്കണം. 4 ചീട്ട് എടുക്കുന്നതിനെ 4 ഡിഫറെന്റ് സ്യൂട്ടിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്യൂട്ടിലും 13 എണ്ണം വേണ്ട വീതമുണ്ട് അല്ലെ? ഓരോ സ്യൂട്ടിലും 13 എണ്ണം വീതം ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര കാർഡ് ഉണ്ടെന്നാ ചോദിച്ചേക്കണേ, എത്ര വഴിയല്ല, അതുകൊണ്ടാണോ? അല്ല അമന, അല്ലല്ല. അതൊക്കെ ഒന്ന് തന്നെയാ. അതൊക്കെയും ഒന്ന് തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് എത്താം കേട്ടോ. അപ്പൊ ഇവിടെ ശരിക്കും നമുക്ക് 4 സ്പീഡ് ആകാം. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. 4 സ്പീഡ് ആകാം 13C4, അല്ലെങ്കിൽ 4 ക്ലബ്സ് ആകാം 13C4, അല്ലെങ്കിൽ 4 ഡയമണ്ട് ആകാം 13C4, അല്ലെങ്കിൽ 4 സ്പീഡ് ആകാം 13C4. എല്ലാം കൂടെ കൂട്ടുന്നു. ശരി, അടുത്ത ക്വസ്റ്റ്യനോടെ ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനോടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഈ കാര്യം ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഒന്ന് എഴുതി വെച്ചേ. തൽക്കാലം എന്റെ ആൻസർ എഴുതി വെച്ചേരെ. ഞാൻ വല്ലതും പറഞ്ഞു തന്നോ? There are
വിശദീകരിച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ? അത് ഇത്ര എഴുതിയാൽ മതിയോ? there are 4 suits namely clubs spade അങ്ങനെയൊക്കെ എഴുതണോ? നമ്മൾ ഇന്നലെ പറഞ്ഞേക്കണല്ലേ? എന്തോ എല്ലാം ഒരേ രീതിയിലായെന്നാണോ? ഡിഫറെന്റ് വേസ് അല്ലാണ്ട്? അല്ലടാ, അല്ല, റീസണിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. നിങ്ങൾ ഇനി അത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വെക്കണം കേട്ടോ പിള്ളേരെ. 13C4 plus 13C4 plus 13C4 plus 13C4 എത്ര വരും? 13C4 അത് ഒരു കാര്യം മതി. ഒരു 13C4 കണ്ടിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 13C4 4 പ്രാവശ്യം കൂട്ടുന്നതിന് 4 into 13C4 കണ്ടാൽ മതി. 4 into 13C4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ റീസൺ എന്താന്നുള്ളത്. ഞാൻ ഇപ്പൊ പറയുന്നില്ല. ദാറ്റ് ഈസ് 4 into 13C4 13 into 11 into 10 by 1 into 2 into 3 ക്യാൻസൽ ചെയ്തോളാം കളഞ്ഞേക്കുക. 2 into 3 6 6 into 2 12 വരും. എത്രതിന്റെ ആൻസർ തന്നെ? എത്രയാ തോമസ്? 715. ഒരു സെക്കൻഡ് ഡോക്കളെ. യെസ് പറഞ്ഞോളൂ. ആൻസർ 715. 715 അല്ലല്ലോ ഫൈനൽ ആൻസർ. ഇൻറ്റു ഫോർവേഡ് ഇല്ലേ? 2860. 2860 ആണ് കേട്ടോ. 2860 ആണ് ആൻസർ. 2860. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചുള്ളവരെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 4 cards belongs to 4 different suits. നമ്മൾ എടുക്കുന്ന 4 കാർഡും 4 ഡിഫറെന്റ് സ്യൂട്ടിലെ ആയിരിക്കണം. അതായത് 4 ചീട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം സ്പെയ്ഡ് ആയിരിക്കണം, ഒരെണ്ണം ഡയമണ്ട് ആയിരിക്കണം, ഒരെണ്ണം ഹെർട്ട് ആയിരിക്കണം, ഒരെണ്ണം ക്ലബ്സ് ആയിരിക്കണം. 4 ചീട്ടും 4 വ്യത്യസ്തങ്ങളായ സ്യൂട്ടിലെ ആയിരിക്കണം. ഇപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എടുക്കുന്ന 4 ചീട്ടും സെയിം സ്യൂട്ട് ആയിരിക്കണം. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കേട്ടോ. 4 ഡയമണ്ട്, 4 ഹെർട്ട്, 4 ക്ലബ്സ്, 4 സ്പെയ്ഡ്. അതാണ് ചെയ്ത് കഴിഞ്ഞത്. ഇനി പറഞ്ഞിരിക്കുന്നത് എടുക്കുന്ന 4 ചീട്ടും 4 ഡിഫറെന്റ് സ്യൂട്ട്സിലെ ആയിരിക്കണം എന്നാണ്. ഇത് എങ്ങനെ ചെയ്യും? മോസിനെ 4 ചീട്ട് എടുത്താൽ 4 ഡിഫറെന്റ് സ്യൂട്ട്സിലെ ആയിരിക്കണം. അതായത് പറഞ്ഞോ. ഒരു ഹെർട്ട് ഉണ്ടാവണം, ഒരു ക്ലബ്സ് ഉണ്ടാവണം, ഒരു ഡയമണ്ട് ഉണ്ടാവണം, ഒരു സ്പേഡ് ഉണ്ടാവണം. സമയങ്ങളിലൂടെ പെട്ടെന്ന് പറ. നിനക്ക് തോന്നണ പറഞ്ഞോ? നിനക്ക് ശരി തോന്നണ നീ പറഞ്ഞോ. ക്വസ്റ്റ്യൻ എല്ലാവരോടും ആണ് കേട്ടോ. ചുമ്മാ ഇരിക്കണ്ട, ആലോചിച്ചോളുക. ഇല്ല സാർ. ശരി സൻഷാദ്, എന്താ നിനക്ക് തോന്നണേ? സാർ എനിക്കും കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. നിനക്ക് കിട്ടിയത് പറഞ്ഞേ, ഞാൻ നോക്കട്ടെ. ഞാൻ ആദ്യം ചെയ്തത് ടോട്ടൽ കോമ്പിനേഷൻ വന്നില്ലേ, അതിന് ഇത് മൈനസ് ചെയ്യാൻ ഓർത്തെ. പക്ഷെ അന്നേരം ഓർത്തെ പിന്നെ 2 എണ്ണം ഇതൊക്കെ വരുമല്ലോ, സെയിം 2 കളറൊക്കെ ഉള്ളത്, 2 സീറ്റ്സ് വരുമല്ലോ. അങ്ങനെ മൈനസ് ഒന്നും ഇല്ലടാ, മൈനസ് ഒന്നും ഇല്ല. മൈനസിന്റെ അങ്ങനെ ആ രീതി ചിന്തിക്കുക വേണ്ട. അതല്ല, ഇതിപ്പോ 4 ഡിഫറെന്റ് വരണ്ടേ, അപ്പൊ ഈ സെയിം ആയിട്ടുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ ഈ സെയിം ആയിട്ടുള്ള കോമ്പിനേഷൻ
4 ചീട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 4 ചീട്ട് നിന്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് എടുത്ത് അതിനകത്ത് ഒരെണ്ണം ഡയമണ്ട്, ഒരു ഹേർട്ട്, ഒരു ക്ലബ്സ്, ഒരു സ്പീഡ്. 4 വേറെ വേറെ ആയിരിക്കണം. നമ്പറൊക്കെ ഏത് വേണമെങ്കിലും വരാം, സിമ്പിൾ വേറെ വേറെ ആയിരിക്കണം. 4 സ്യൂട്ടിൽ നിന്നായിരിക്കണം. കിട്ടിയില്ല സാർ. കിട്ടില്ല. ആനന്ദേ പറഞ്ഞു. ആനന്ദേ അത് 4C4 അല്ലേ? 4C4ന്റെ ആൻസർ എത്രയാണെന്ന് അറിയാമോ? 4C4 എത്രയാ? 1. ഒറ്റ രീതിയിലേ പറ്റുള്ളൂ നീ ഇപ്പൊ പറഞ്ഞേക്കണത്. ഒറ്റ രീതിയിലേ പറ്റുള്ളൂ. 4 കാർഡല്ലേ? ഓരോത്തിന്ന് ഓരോന്ന് വെച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതെ, ഞാൻ ചോദിക്കട്ടെ, ഒരെണ്ണത്തിന് 10, ഒരെണ്ണത്തിന് 9, ഒരെണ്ണത്തിന് 8, ഒരെണ്ണത്തിന് 7 ആവാൻ പാടില്ലേ? അതൊരു രീതിയായി. അടുത്തേന്ന് എയും കെയും ക്യൂവും ജെയും ആവാൻ പാടില്ലേ? അത് അടുത്ത രീതിയല്ലേടാ? അങ്ങനെ ഇഷ്ടം പോലെ ഇല്ലേ? അങ്ങനെയാണോ? 4 ഡിഫറെന്റ് അല്ലേ? എടാ 4 ചീട്ട് എടുക്കണം. 4 ചീട്ട് എടുക്കുന്നത് അത് 4 എണ്ണത്തിന്നല്ലേ? 4 സ്യൂട്ടിൽ നിന്നാവണെന്നാ പറഞ്ഞേക്കണത്. 4 സ്യൂട്ടിൽ നിന്ന്. അപ്പൊ ഇപ്പൊ ഹേഡ്സിൽ വരുന്ന ഹേഡ്സിൽ 13 ചീട്ടില്ലേ? അതിനകത്ത് ഏതെങ്കിലും ഒന്ന് വന്നാ പോരെ? ഓ അങ്ങനെ. ഹേഡ്സിൽ 13 ചീട്ടുണ്ട്. 13ൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കണം എടുക്കണേലുള്ളത്. ഹേഡ്സിലെ 13 എണ്ണത്തിൽ ഒരെണ്ണമായിരിക്കണം എടുക്കണത്. ഡയമണ്ടിലെ 13 എണ്ണത്തിൽ ഒരെണ്ണമായിരിക്കണം എടുക്കണത്. അങ്ങനെയാണ് പോണത്. 13 into 4 ആണ് സർ. 13 into 4 എങ്ങനെ കിട്ടി? അത് ഡയമണ്ടിൽ നിന്ന് ഒരെണ്ണം എടുക്കാനായിട്ട് 13C1. അപ്പൊ അങ്ങനെ 4 എണ്ണം. അങ്ങനെ 4 എണ്ണം. 13C1 സോറി 13 into 4. അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട് എഞ്ചിലെ. കുറച്ച് ശരിയാ, കുറച്ച് തെറ്റാട്ടോ. കുറച്ച് ശരിയാണ്, കുറച്ച് തെറ്റാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് 13C1 plus 30C1 അങ്ങനെയാണോ? 13C1 plus 13C1 plus 13C1 plus 13C1 ആണോ? അങ്ങനെയാണല്ലോ. അല്ല. അതായത് 13 ചീട്ടിനകത്ത് ഒരു സ്പേഡ് കിട്ടണം, അത് 13C1 ആണ്. ഒരു ഹെഡ്സ് കിട്ടണം, അത് 13C1 ആണ്. ഒരു ഡയമണ്ട് കിട്ടണം, 13C1 ആണ്. ക്ലബ്സ് കിട്ടണം, 13C1 ആണ്. 13C1 ആണ്. 4 13C1 ആണ്. നമ്മുടെ കയ്യിൽ 4 ചീട്ട് ഉണ്ടാവണം. 4 ചീട്ടിൽ ഒരെണ്ണം ഹെർട്ട്, ഒരെണ്ണം സ്പീഡ്, ഒരെണ്ണം ഡയമണ്ട്, ഒരെണ്ണം ക്ലബ്സ്. 4 ടൈപ്പ് ആയിരിക്കണം. ഇനി പറയാമോ? എന്തോ? അതല്ലേ ഞാൻ പറഞ്ഞത്. അല്ല പ്ലസ് പറഞ്ഞോണാണോ? പ്ലസ് ആറിൽ എന്നോട് പറഞ്ഞത്. അപ്പൊ ഇൻഡു ആയിരിക്കും. അത് എപ്പോഴാണ് എങ്ങനെയാണ് തിരിച്ചറിയണേ? ഇൻഡു ആണ് കേട്ടോ. ആൻസർ ഇൻഡു ആണ്. 13C1 into 13C1 into 13C1 into 13C1. ഇതാണ് ആൻസർ. ആദ്യത്തേത് പ്ലസ് ചെയ്തു, ഇവിടെ മൾട്ടിപ്ലൈയും ചെയ്തു. നിങ്ങൾ ആൻസർ എഴുതിക്കോ. എന്നിട്ട് നമുക്ക് നോക്കാം എന്തുകൊണ്ടാന്നുള്ളത്. C1 എന്താണ്? 13C1 13 ആണ് കേട്ടോ. 13 into 13 into 13 into 13. ആൻസർ ഒരു വലിയ നമ്പർ ആയിരിക്കും. എത്ര കിട്ടി? 28561. 28561. 28561. എന്തുകൊണ്ട് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പെൻഡിങ് നിർത്തിയ ക്വസ്റ്റ്യൻ കേട്ടോ. എന്തുകൊണ്ട് ആദ്യം കൂട്ടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു? ഇനി പറയാമോ? ആദ്യം എന്തുകൊണ്ടാണ് ആഡ് ചെയ്തത്, ഇവിടെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് വ്യക്തമായ ഒരു കാരണം എനിക്ക് കിട്ടിയില്ല. നിങ്ങളുടെ റീസൺ എനിക്ക് മനസ്സിലായില്ല. വ്യക്തമായ കാരണം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായിരിക്കും ആമിന? ഇല്ല, നമ്മള് സ്ലോട്ടായിട്ട് തന്നെ ബന്ധമില്ല. സ്ലോട്ടുകൾ അതായിട്ടൊന്നും ബന്ധമില്ല.
പറഞ്ഞു ആനന്ദേ. അത് ടോട്ടൽ വേസ് അല്ലേ പറഞ്ഞേക്കണേ കണ്ടുപിടിക്കാൻ. അപ്പൊ 4 എണ്ണത്തിന്റെ ഓരോന്നുള്ള വേസ് പ്ലസ് ചെയ്ത് വിട്ടാ പോരെ 4 തവണ. വേസൊന്നുമായിട്ട് ബന്ധമൊന്നുമില്ലടാ. വേസൊന്നുമായിട്ടൊന്നുമല്ല ബന്ധം കേട്ടോ. ആർക്കെങ്കിലും പറയാമോ? പറയാൻ പെട്ടെന്ന് പറ, സമയം കളയണ്ട. ഇതോടെ പറഞ്ഞു കഴിയുമ്പോ നിങ്ങൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് അവിടെ റീസൺ പറയാണ്ടിരുന്നത്. ഐഷ, അറിയില്ല. ആദ്യത്തേല് ഒരു സ്ലോട്ടിൽ നിന്ന് തന്നെയല്ലേ 4 എടുക്കണ്ടേ? ഇതിനകത്ത് 4 എണ്ണത്തിൽ ഓരോന്ന് വെച്ച് എടുക്കണ്ടേ? അങ്ങനെയാണോ? ഒരു സ്ലോട്ടിന് ആദ്യത്തേല് എയില് 4 ഒരെണ്ണത്തിൽ നിന്ന് തന്നെയല്ലേ എടുക്കണ്ടേ? അതെ അതെ. രണ്ടാമത്തേല് 4 എണ്ണത്തിൽ നിന്നും ഓരോന്ന് വെച്ച് എടുക്കണ്ടേ? അതുകൊണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാവണം. നീ ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിൽ വ്യക്തമായില്ല. അതായത് ഇവിടുത്തെ നമ്മുടെ ഈ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, നമുക്ക് 4 ചീട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ? ആ സബ് പാർട്ട് പറഞ്ഞതിന് നോക്കി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards? 4 ചീട്ട് എടുക്കുക എന്നുള്ളതാണ് എക്സ്പെരിമെന്റ്. 4 ചീട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ് തീർന്നു. പറഞ്ഞ മനസ്സിലായോ? 4 ചീട്ട് എടുക്കുക എന്നുള്ളതാണ് എക്സ്പെരിമെന്റ്. ഈ രണ്ടാമത്തെ കേസിനകത്ത് ഇപ്പോൾ നമ്മൾ അവസാനം ചെയ്ത ക്വസ്റ്റിനകത്ത് ആദ്യം ഒരു ചീട്ടാണ് എടുക്കുന്നത്. 13 ഹേർട്സിൽ നിന്ന് ഒരു ഹേർട്ട്, 13 ഡയമണ്ടിൽ നിന്ന് ഒരു ഡയമണ്ട്, 13 ക്ലബ്സിൽ നിന്ന് ഒരു ക്ലബ്സ്, 13 എന്തായിരുന്നു സ്പേഡ് ആണെങ്കിൽ സ്പേഡ്, സ്പേഡിൽ നിന്ന് ഒരു സ്പേഡ്. ഇത്രയും കാര്യം ഈ 4 കൂടെയും കൂടുമ്പോഴാണ് 4 ചീട്ട് എടുക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? ആ 4 കാര്യം കഴിയുമ്പോഴാണ് ആ എക്സ്പെരിമെന്റ് പൂർത്തിയാകുന്നത്. അന്നേരം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിക്കും. An event can occur in m different ways, followed by another event can occur in n different ways. നമുക്ക് 4 ചീട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. നമുക്ക് 4 ചീട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ് തീർന്നു. ഈ 4 ചീട്ട് എടുക്കണേ കൊടുന്ന ആദ്യത്തെ 13 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം, പിന്നത്തെ 13 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം, അടുത്ത 13ൽ നിന്ന് ഒരെണ്ണം, ലാസ്റ്റ് 13ൽ നിന്ന് ഒരെണ്ണം. ഇത്രയും ഈ 4 കാര്യം കഴിയുമ്പോഴാണ് ആ എക്സ്പെരിമെന്റ് തീരുന്നത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിക്കണം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? ആദ്യത്തേൽ അങ്ങനെയല്ല. ആദ്യത്തേനകത്ത് ആ 4 പ്രാവശ്യമായിട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടുത്തെ ഓരോന്നിനകത്തും എക്സ്പെരിമെന്റ് തീരുക. 13 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം എടുത്തു കഴിഞ്ഞു, അടുത്ത 13ൽ നിന്ന് 4 എണ്ണം എടുത്തു, പിന്നത്തെ 13 4 എണ്ണം എടുത്തു, പിന്നത്തെ 13ൽ നിന്ന് 4 എണ്ണം എടുത്തു. ഓരോ പ്രാവശ്യവും എക്സ്പെരിമെന്റ് തീർന്നു പോവുക. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. അവിടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ വരുന്നില്ല. അപ്പൊ അത്തരം കേസുകൾ ആഡ് ചെയ്യാനേ പറ്റുള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. ആ ഒരു എക്സ്പെരിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. 4 എണ്ണം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. ആ രണ്ടാമത് ചെയ്തപ്പോൾ നമ്മൾ ഓരോന്ന് വീതമാണ് എടുക്കുന്നത്. ആ ഓരോന്ന് വീതം എടുത്ത് 4 പ്രാവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് തീരും. അപ്പോൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും. ആദ്യത്തേനകത്തോ 13 എണ്ണത്തിൽ നിന്ന് അതിനെ 4 ആയിട്ട് തിരിച്ചു വെച്ചേക്കുക. 4 ആയിട്ട് തിരിച്ചു വെച്ചിട്ട് ഈ 13 എണ്ണത്തിൽ നിന്ന് ആദ്യത്തെ സ്പേഡ്, 13 സ്പേഡിൽ നിന്ന് 4 സ്പേഡ് എടുത്തു, അതിന്റെ പരിപാടി കഴിഞ്ഞു. 13 ക്ലബ്സിൽ നിന്ന് 4 ക്ലബ്സ് എടുത്തു, അപ്പൊ കുറച്ച് വേസ് കിട്ടി. 13 ഡയമണ്ടിൽ നിന്ന് അടുത്ത 4 എണ്ണം, 13 ക്ലബ്സിൽ നിന്ന് 4 എണ്ണം, അങ്ങനെ 4 ആയിട്ട് ചെയ്തു. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ആവും. വ്യത്യാസം മനസ്സിലായോ? സാർ ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ, ഓരോത്തിന്റെ വേസും കണ്ടുപിടിച്ചിട്ട് പ്ലസ് ഇൻഡ്യൂ 4 അങ്ങാക്കുവാന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനു മുമ്പ് പറഞ്ഞല്ലോ, നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ശരിയുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പ് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി ഇതാണോ എന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞതിൽ മനസ്സിലായിട്ടില്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ശരി, നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ഓക്കെ കേട്ടോ, ഞാൻ സമ്മതിക്കുന്നു. എനിക്കിപ്പോഴാ മനസ്സിലായുള്ളൂ, നീ പറഞ്ഞ എനിക്ക് അന്നേരം മനസ്സിലായിട്ടില്ല. വേറെ ചോദിക്കാൻ ചോദിച്ചേ പിള്ളേരെ? വ്യത്യാസം മനസ്സിലായോ? 4 എണ്ണം വീതം എടുത്തു കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ് തീർന്നു പോവാ. ആ എക്സ്പെരിമെന്റ് 4 ആയിട്ട് മാറ്റിയിട്ട് ചെയ്തേക്കുവാണ്. അപ്പൊ അതിലാണ് കൂട്ടണം. ഓരോന്ന് വീതം എടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് 4 എണ്ണം എടുത്തു കഴിയുമ്പോഴാണ് എക്സ്പെരിമെന്റ് തീരുന്നത്. അപ്പൊ ഓരോന്ന് വീതം വരുമ്പോൾ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ.
മൂന്നാമത്തേത് ആലോചിച്ച് ചെയ്യുക കേട്ടോ. 6 ഫേസ് കാർഡ്സ്. 4 കാർഡ് എടുക്കണം, 4ഉം ഫേസ് കാർഡ്സ് ആയിരിക്കണം. എടുക്കുന്ന 4 കാർഡും ഫേസ് കാർഡ്സ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 3 ആർ ഫേസ് കാർഡ്സ്. 52 ചീട്ടിൽ നിന്ന് 4 ചീട്ട് എടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. കിട്ടുന്നത് 4ഉം ഫേസ് കാർഡ്സ് ആയിരിക്കണം. ഏതൊക്കെയാ ഫേസ് കാർഡ്സിൽ വരുന്നത് മാഹിനെ? കിങ്, ക്യൂന്, ജാക്ക്. കിങ്, ക്യൂൻ, ജാക്ക്. അപ്പൊ ആകെ എത്ര ഫേസ് കാർഡ് ഉണ്ട്? 1 ഡെക്ക് ഓഫ് കാർഡ്സിൽ ആകെ എത്ര ഫേസ് കാർഡ് ഉണ്ടായിരിക്കും? 3 എണ്ണം. അല്ല, 3 എണ്ണം ഒരു സ്യൂട്ടിലല്ലേ? 12 എണ്ണം. ഒരു സ്യൂട്ടിൽ മൊത്തം 12 ഫേസ് കാർഡ് ഉണ്ട് കേട്ടോ. ഒരു സ്യൂട്ടിൽ 3 ഫേസ് കാർഡ് ഉണ്ട്. കിങ്, ക്യൂൻ, ജാക്ക്. ഒരു സ്യൂട്ടിൽ 3 എണ്ണം ഉണ്ട്. അങ്ങനത്തെ 4 സ്യൂട്ട് ഉണ്ട്. അപ്പൊ ടോട്ടൽ 12 ഫേസ് കാർഡ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന 4ഉം ഫേസ് കാർഡ് ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. 4ഉം ഫേസ് കാർഡ് ആയിരിക്കണം. 52 ചീട്ട് ഉണ്ട്. എടുക്കുന്ന 4ഉം ഫേസ് കാർഡ് ആയിരിക്കണം. എന്താണ് ഗ്രേസി അതിന്റെ ആൻസർ? ഗ്രേസ്, ഗ്രേസ് റെസ്പോൺസ് ഒന്നുമില്ല കേട്ടോ. അക്മൽ അബ്ദുള്ള. തേർഡ് ഫേസ് കാർഡ്സ് വന്നില്ലേ? ആകെ 12 ഫേസ് കാർഡ് ഉണ്ട്. അപ്പം എടുക്കുന്ന ഒരു കാർഡ് ഫേസ് കാർഡ് വന്നതിന്റെ ഇതല്ലാണ്ട് പിടിക്കണ്ടേ? 4 കാർഡ് എടുക്കും. 4 കാർഡ് എടുത്താൽ 4ഉം ഫേസ് കാർഡ് ആയിരിക്കണം. 4 സീറ്റുകളിലും ആണോ? എത്ര? 4 സീറ്റുകളിലും ആണോ? 4 C12 അങ്ങനെ ഒരു സംഭവം ഇല്ലടാ. അല്ല, 12C4. 12C4 12C4 ആണ് കേട്ടോ. 12C4 ആണ്. 12C4 എന്തോ? 12C4 ആണ് ആമന ആൻസർ. ചോദിച്ചോ, ഞാൻ പറയാം. ആൻസർ 12C4. ആമനയുടെ സംശയം എന്താണ്? നമ്മളെ 4 കാർഡല്ലേ എടുക്കണത്. 4 കാർഡല്ലേ എടുക്കണത്. ക്വസ്റ്റ്യന്റെ തുടക്കം വായിച്ചേ. ക്വസ്റ്റ്യന്റെ തുടക്കം വായിച്ചേ. അതല്ല മോളെ ക്വസ്റ്റ്യന്റെ തുടക്കം. അതല്ല സബ് പാർട്ട് അല്ലേ? 5 സബ് പാർട്ട് തന്നേക്കണല്ലേ? അതിന് മുമ്പ് മെയിൻ ക്വസ്റ്റ്യൻ ചോദിക്കണ എന്താന്ന് വായിച്ചേ. ശരി. 4 കാർഡ് എടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 കാർഡ് എല്ലാം എല്ലാ ക്വസ്റ്റ്യനും അതേ 4 കാർഡ് എന്നാ. അവന് ചോദിച്ചത് 4 കാർഡ്സ് എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. എല്ലാം 4 കാർഡ്സ് സെലക്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അത് മെയിൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. 52 കാർഡിൽ നിന്ന് 4 കാർഡാണ് എടുക്കുന്നത്. 12C4 ആണ് ആൻസർ. എത്ര വരും അതിന്റെ ആൻസർ? 12C4 ഈക്വൽ ടു 495. 12C4 equal to 495. 495. 495. അടുത്ത തന്നെ ചെയ്തേ. 2 are red cards, 2 are black cards. 4-മത്തത്
2 are red cards, 2 are black cards. രണ്ടെണ്ണം റെഡ് ആയിരിക്കണം, രണ്ടെണ്ണം ബ്ലാക്ക് ആയിരിക്കണം. 2 are red cards, 2 are black cards. അൻപത്തിരണ്ട് ചീട്ടുണ്ട്. 52 ചീട്ടിൽ നിന്ന് 4 എണ്ണം എടുക്കണം. 2 എണ്ണം റെഡ് ആയിരിക്കണം, 2 എണ്ണം ബ്ലാക്ക് ആയിരിക്കണം. എന്തായിരിക്കും സനാദിന്റെ ആൻസർ? 26 C4 C2 ആണോ? 26 C2 എന്ന് പറഞ്ഞാൽ 2 കറുപ്പ് കാർഡ് കിട്ടും. 26 C2 into 26 C2 into 26 C2. മൾട്ടിപ്ലിക്കേഷൻ ആണോ അഡീഷൻ ആണോ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഉറപ്പാണോ? അത്ര പോരല്ലോ ഉറപ്പ്. ഉറപ്പാണ്. മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. 26 C2 into 26 C2. ആ 2 C2 അപ്പോഴാണ് 4 എണ്ണം ആവണത്. ആ എക്സ്പെരിമെന്റ് തീരുന്ന അന്നേരമാണ്. 26 C2 into 26 C2 ആണ്. 26 C2 into 26 C2. എത്ര ഡേ ഹസ്ന സുജര ആൻസർ? 325 into 325. അതെത്രയാ? 105 625. 105 625. ശരി. ലാസ്റ്റ് അഞ്ചാമത്തത്. കാർഡ്സ് ആർ ഓഫ് സെയിം കളർ. കാർഡ്സ് ആർ ഓഫ് സെയിം കളർ. എടുക്കുന്ന 4 കാർഡും സെയിം കളർ ആയിരിക്കണം. 4 കാർഡും ചുമപ്പായിരിക്കണം, അല്ലെങ്കിൽ 4 കാർഡും ബ്ലാക്ക് ആയിരിക്കണം. കാർഡ്സ് ആർ ഓഫ് ദി സെയിം കളർ. 4 കാർഡും ചുമപ്പ്, അല്ലെങ്കിൽ 4 കാർഡും കറുപ്പ്. കാർഡ്സ് ആർ ഓഫ് ദി സെയിം കളർ. കാർഡ്സ് ആർ ഓഫ് ദി സെയിം കളർ. നാല് കാർഡും ചുമപ്പാവണം, അല്ലെങ്കിൽ 4 കാർഡും കറുപ്പാവണം. എങ്ങനെ കിട്ടും ഗൗരി? സാർ കണ്ടുപിടിച്ചില്ല. അല്ല, എന്താ മെത്തേഡ് പറഞ്ഞോ? ഫൈനൽ ആൻസർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാർഡ്സ് ആർ ഓഫ് ദി സെയിം കളർ. 4 കാർഡും ചുമപ്പാകാം, അല്ലെങ്കിൽ 4 കാർഡും കറുപ്പാകാം. നാല് ചുമപ്പ് കാർഡ് എങ്ങനെ കിട്ടും? C4 ആണോ? 26 C4. അത് തന്നെ എത്ര സംശയം? ആകെ 26 ചുമപ്പ് കാർഡേ ഉള്ളൂ. ഉള്ളേന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ. 26 ചുമപ്പ് കാർഡിൽ നിന്ന് 4 എണ്ണം. 26 C4. 4 കറുപ്പ് കാർഡ് കിട്ടണം. എങ്ങനെ കിട്ടും? ഗൗരി ഇവിടെ പറഞ്ഞോ. into 26 C4. 26 C4. 4 കറുപ്പ് കാർഡ് 26 C4, 4 ചുമപ്പ് കാർഡും 26 C4. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അല്ല, ഞാൻ ഇത്ര സമയം കളഞ്ഞിട്ട് വ്യത്യാസങ്ങൾ. പ്ലസ് ചെയ്യണം. 2 ഓപ്ഷൻ ഉള്ളൂല്ലോ. എന്തുകൊണ്ട് പ്ലസ് ചെയ്യണം? എന്തുകൊണ്ട് പ്ലസ് ചെയ്യണം? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ഇല്ല? നിങ്ങൾ പറയുന്നതൊന്നും നിങ്ങളുടെ ചെവിയിലേക്ക് കയറണില്ലല്ലോ പിള്ളേരെ. അത്ര സമയം എടുത്താലും നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല? ഗൗരി ഹെഡ്സെറ്റ് ഉണ്ടോ? സാർ ഉണ്ട്. എവിടെ? ഓക്കെ. 26 C4 26 C4 മൾട്ടിപ്ലൈ ചെയ്യണോ ആഡ് ചെയ്യണോ? എന്ത് ചെയ്യണം ഷാമിനെ? ആഡല്ലേ? എന്തുകൊണ്ട്?
26 E4 എന്തുകൊണ്ട് കൂട്ടി? ഞാൻ ആ 2 ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് എന്താണ് വ്യത്യാസം ഞാൻ പറഞ്ഞതാണ്. ആദ്യം പറയാണ്ടിരുന്നത് കൊണ്ടാ. 2 ടൈപ്പും വന്നിട്ട് അതിന്റെ വ്യത്യാസം പറയാൻ വേണ്ടിയാണ് ആദ്യം പറയാണ്ടിരുന്നത്. എന്തുകൊണ്ട് ആഡ് ചെയ്തു? എന്താ കൃഷ്ണാന്തേ? കൃഷ്ണൻ എന്താ? പറയടാ, പെട്ടെന്ന് പറ. അത് സെയിം റോയിലായോണ്ടല്ലേ? സെയിം റോയിലോ? നീ എന്തായി പറയണേ? ആ എന്തുകൊണ്ട് ഏഞ്ചലെ? എന്തുകൊണ്ടാണ് ആഡ് ചെയ്തത്? അത് എക്സ്പെരിമെന്റ് അവിടെ തീർന്നുകൊണ്ടല്ലേ? എക്സ്പെരിമെന്റ് 4 എടുക്കുക എന്നുള്ളതാണ് എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് ഓരോ കേസിലും തീരുവാണ്. ഈ 4 എടുത്തപ്പോൾ ഈ എക്സ്പെരിമെന്റ് തീർന്നു. 4 എടുത്തപ്പോൾ അടുത്ത എക്സ്പെരിമെന്റ്. ഓരോ 2 എക്സ്പെരിമെന്റ് ആണ്. 2 എക്സ്പെരിമെന്റ് ആണ്. 4 എടുക്കുമ്പോൾ ആ എക്സ്പെരിമെന്റ് തീരും. അതുകൊണ്ട് 2 ആയതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. 4 സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കേസ്. മൾട്ടിപ്ലൈ ചെയ്ത് എപ്പോഴാണ്? അതെ, തൊട്ടുമുമ്പ് മൾട്ടിപ്ലൈ ചെയ്തു. തൊട്ടുമുമ്പത്തേലും മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ടാ 4 കിട്ടണ ഇവിടെ നോക്കി. ആദ്യത്തേൽ 2, പിന്നത്തേൽ 2. ഇത് 2 കൂടെയും കഴിയുമ്പോഴാണ് 4 ആവണത്. ആദ്യത്തേൽ 26 നിന്ന് 2 കൊടുക്കും. പിന്നത്തേൽ 26 നിന്ന് 2 കൊടുക്കും. അങ്ങനെ 2 കൂട്ടുമ്പോൾ 4. അത് എക്സ്പെരിമെന്റ് തീരുന്നത് അത്രയും പ്രോസസ്സ് കഴിയുമ്പോഴാണ്. അതുകൊണ്ടാണ് അത് മൾട്ടിപ്ലൈ ചെയ്യണത്. 4 വീതം എടുത്തു കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ് തീർന്നു. അന്നേരം ആഡ് ചെയ്തോളണം. ഞാൻ അന്നേരം വിശദമായിട്ട് പറഞ്ഞാണല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഇത് കേൾക്കുന്നില്ല ഗൗരി? ഗൗരി, ഞാൻ ആദ്യം പറഞ്ഞതല്ലേ ഇത്? ആദ്യം പറഞ്ഞതാണ്. അതിനുശേഷം സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാനും പറഞ്ഞു. അന്നേരം എന്ത് ചെയ്തു മിണ്ടാണ്ടിരുന്നേ? ശരി, ഒരു ക്വസ്റ്റ്യൻ കൂടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക, തന്നെ ഉത്തരം കണ്ടുപിടിച്ചോളൂ കേട്ടോ. എ സ്റ്റുഡന്റ് ഈസ് ഇൻസ്ട്രക്റ്റഡ് ടു ആൻസർ. A student is instructed to answer. A student is instructed to answer 8 out of 12 questions. A student is instructed to answer 8 out of 12 questions. A student is instructed to answer 8 out of 12 questions. How many different ways? How many different ways can he choose? How many different ways can he choose the questions? How many different ways can he choose the questions so that question number 1 will be included? So that question number 1 will be included. So that question number 1 will be included. ചെയ്തോളുക. ചോദിക്കുന്ന ആൾ ഉത്തരം പറഞ്ഞു. A student is instructed to answer 8 out of 12 questions. How many different ways can he choose the question so that question number 1 will be included? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക.
ക്വസ്റ്റിന്റെ മീനിങ് എന്താ പിന്നെ? സർ, മീനിങ് എന്താ? ഒരു കുട്ടിക്ക് എക്സാം എഴുതണേന് 12 ക്വസ്റ്റ്യനിൽ 8 എണ്ണം എഴുതണം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡഡ് ആയിരിക്കും. ബാക്കി എത്ര എണ്ണം എഴുതണം എന്നുള്ള എത്ര വഴിയുണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. എത്ര രീതിയിൽ 12 ക്വസ്റ്റ്യൻ ഉണ്ട്. ആകെ 12 ക്വസ്റ്റിനകത്ത് 8 എണ്ണം എഴുതണം. അതിനകത്ത് ഒന്നാമത്തെ നമ്പർ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് എഴുതിയേ പറ്റുള്ളൂ അല്ലെ? ഒന്നാമത്തെ നമ്പർ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് എഴുതിയേ പറ്റുള്ളൂ. ബാക്കി എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? ഒന്നാമത്തത് നിർബന്ധമായിട്ട് എഴുതണം. ബാക്കി എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താ ഫാത്തിമന്റെ ആൻസർ? ആദ്യം കോമ്പിനേഷൻ പറ, എന്നിട്ട് ഫൈനൽ ആൻസർ പറഞ്ഞാൽ മതി. എന്താ ഫാത്തിമ 12C1 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? 12C1ന്റെ അർത്ഥം എന്താ? നമ്മൾ ഏതായാലും ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണോ? ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. 12C1ന്റെ അർത്ഥം എന്താണ്? അല്ല 12C1 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ 12 ആണ്. ആൻസർ അല്ല ഞാൻ ചോദിച്ചത്. 12C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? എന്താണ് 12C1 എന്ന് എഴുതുകൊണ്ട്? 12 ഒബ്ജക്റ്റിൽ നിന്ന് 12 ഒബ്ജക്റ്റിൽ നിന്ന് ഇവിടെ 12 ക്വസ്റ്റ്യൻ ആട്ടോ. ഒരു ഒബ്ജക്റ്റിനെ എത്ര രീതിയിൽ എടുക്കാമോ? 12 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എത്ര രീതിയിൽ എടുക്കാം? അങ്ങനെയാണോ ചോദിച്ചേക്കണേ? ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചേക്കണത്? 12C8 നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്. കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 12C8 ആണ്. 12 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു. കണ്ടീഷൻ ഒന്നും തന്നെ 12 ക്വസ്റ്റ്യനിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ എടുക്കണം. 12 ക്വസ്റ്റ്യനിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 12C8 ആണ്. അത് ഞാൻ സമ്മതിച്ചു. 12 ക്വസ്റ്റ്യനിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ 12C8 ആണ്. ഇവിടെ ആൻസർ ഇതല്ല, കാരണം ഇവിടെ വേറെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മറ്റേ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡഡ് ആണ്. അതെ. അപ്പൊ പിന്നെ എത്ര എണ്ണം വരും? 4C1 ആണോ? 4C1 ഈ 4 എന്നാ? ഒരു സെക്കൻഡ്. എന്തോ? ഓക്കെ സാർ. ഓക്കെ, എല്ലാവരും ഗുഡ് ഈവനിങ്. വോയിസ് ക്ലിയർ അല്ലേ എൻ്റെ? എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നോക്കിയപ്പോ കുറെ കുട്ടികളുടെ സെയിം പ്രൊഫൈൽ പിക്ചർ ആണല്ലോ കാണണേ. തമാശക്ക് വേണ്ടി ഇട്ടതാണോ നിങ്ങള്? അപ്പോ ഇന്നൊരു അബദ്ധം പറ്റി. ഈ നെക്സ്റ്റ് ഡേ കയറുമ്പോ അത് കാണരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നൊരു വാണിംഗ് ആയിട്ട് എടുത്തോളാം. നിങ്ങൾക്ക് സ്വന്തമായ ഐഡന്റിറ്റി ഇല്ലെങ്കിൽ, അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒന്നും ഇടാതിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇങ്ങനത്തെ സ്വഭാവ പരിപാടികൾ ഇങ്ങോട്ടേക്ക് കാണിക്കാതിരിക്കുക കേട്ടോ. സ്കൂളിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോളാം. നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡേർഡ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ മേലാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഇന്ന് സംഭവിച്ചു, നാളെ മുതൽ ആരെയും അങ്ങനെ കാണരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഫാത്തിമ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നമ്മൾ വെറുതെ ഒരു ഫോർമുല പഠിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ പോലെ അല്ലാട്ടോ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇത്തരം കാര്യങ്ങള്. ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയിലായിരിക്കും. നമ്മളത് വായിച്ച് കൃത്യമായിട്ട് ചെയ്യേണ്ടതിനെ പറ്റിയുള്ള ഐഡിയാസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കണം. ഓരോ ക്വസ്റ്റിനും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് കൂട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞത്. ഈ 4 ടേമുകളും ചില ക്വസ്റ്റിനകത്ത് കൂട്ടി വെച്ചു, ചില ക്വസ്റ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നിങ്ങളത് തിരിച്ചറിയണം, എന്തുകൊണ്ടാണ് ഇത് കൂട്ടിയത്, എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ആ രീതിയിൽ ചിന്തിച്ചു വേണം പഠിക്കാനായിട്ട്. അല്ലാണ്ട് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, ഇത് 12C7, അടുത്ത 12C4 അല്ലെങ്കിൽ 10C2 ആണ് ആൻസർ. അങ്ങനെയൊന്നും പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒന്നും ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കണമെന്നുള്ളത്.
എന്താ തോമസേ ആൻസർ? നിന്റെ ആൻസർ എന്താണ് തോമസേ? 11C7 ആണോ? 11C7. ഓക്കെ, 11C7 ആണ് ആൻസർ. 11C7. കാരണം 12 ക്വസ്റ്റ്യനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ 2 സബ്ജക്ട് കമ്പൽസറി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വേണം. അപ്പൊ അത് മാറ്റി ബാക്കി 11 ക്വസ്റ്റ്യൻ ഉള്ളൂ. 11 ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്. അപ്പൊ 12ൽ നിന്ന് 8 എടുക്കുന്നതിന് പകരം 12ൽ നിന്ന് 8 എടുക്കുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി എന്ന് പറഞ്ഞാൽ 11ൽ നിന്ന് 7 എടുത്താൽ മതി. ആൻസർ എഴുതിക്കോ, എഴുതാത്തവർ എഴുതിക്കൊള്ളുക. സിൻസ് വൺ ക്വസ്റ്റ്യൻ ഈസ് കമ്പൽസറി, സിൻസ് വൺ ക്വസ്റ്റ്യൻ ഈസ് കമ്പൽസറി, നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 11C7. 11C7 എത്രയാണെന്ന് കണ്ടുപിടിച്ചേക്കുക. ഇത് പറയുന്നതിന് മുമ്പ് ആൻസർ കിട്ടി വരുന്ന കൈവയ്ക്ക്, തന്നെത്താനെ ഉത്തരം കിട്ടി വരുന്ന കൈവയ്ക്ക്. ഓക്കെ ഓക്കെ, കൊള്ളാം കൊള്ളാം, താത്തിട്ടുള്ളൂ കേട്ടോ. എന്തായാലും പകുതി കൂടുതൽ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 11C7 എത്രയാണ് അതിന്റെ ആൻസർ? 11C7 330. ഓക്കെ, 330. 11C7 ഈക്വൽ ടു 330. Next page, chapter 8, binomial theorem. Chapter 8, binomial theorem. Chapter 8, binomial theorem. ഇതും ഒരു ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. ഒരു ഫോർമുല, ആ ഫോർമുല വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ബൈനോമിയൽ തിയറം. ശരി, ശ്രദ്ധിച്ചിരുന്നോളുക. ഇതിനകത്ത് അതുപോലെ വലിയ ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യങ്ങളില്ല കേട്ടോ. പെർമ്യൂട്ടേഷൻ പോലെ അല്ല കേട്ടോ. ഇതിനകത്ത് ഒരു ഫോർമുല എടുത്തിട്ട് ആ ഫോർമുലയ്ക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ ന്യൂമറിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് കറക്റ്റ് ആക്കിയാൽ മതി. മറ്റേത് അങ്ങനെയല്ല, കോമ്പിനേഷനകത്ത് അങ്ങനെയല്ല. എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കിട്ടണം. ഇവിടെ അങ്ങനെയില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താണ് a പ്ലസ് ബി സ്ക്വയർ? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എന്താണ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ വാല്യൂ? എന്താ അസ്കിര? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഒരു മാറ്റമില്ല. ആദിൽ മുജീബേ, ആദിൽ മുജീബ്. ആദിൽ മുജീബ്, നീ കേൾക്കുന്നോ? പ്രശ്നമാണ്. ആ, a പ്ലസ് ബി സ്ക്വയർ പറയടാ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താന്ന്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. a പ്ലസ് ബി റേസ്റ്റ് 1 ആണെങ്കിൽ അത് തന്നെ. a പ്ലസ് ബി റേസ്റ്റ് 1 ആണെങ്കിൽ a പ്ലസ് ബി. a പ്ലസ് ബി സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. a പ്ലസ് ബി ക്യൂബ് എന്താ മോഹസിനെ? a പ്ലസ് ബി ഹോൾ ക്യൂബ് ഓർക്കണ്ട മാർഗമല്ലോട്രാ. a പ്ലസ് ബി ക്യൂബ് പറഞ്ഞ സംഷാദെ. a പ്ലസ് ബി ക്യൂബ്
ഓർക്കണം. ഇത് നിങ്ങൾക്ക് ഞാൻ തന്നെ തന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് എ പ്ലസ് ബി ക്യൂബ്. എനിക്ക് പറയാം, ഞാൻ പറയാം. ചാപ്റ്റർ 5 കോംപ്ലക്സ് നമ്പറിനകത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ മറക്കണ്ട കേട്ടോ. പിന്നെ പുറകോട്ട് എത്ര മാത്രം മറക്കണമെന്നൊന്നുമില്ല. എ പ്ലസ് ബി ഹോൾ ക്യൂബ്. എന്താ എലിസബത്ത് എ പ്ലസ് ബി ഹോൾ ക്യൂബ്? എ ക്യൂബ് പ്ലസ് എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി 3a സ്ക്വയർ ബി ആണ്. പ്ലസ് 3ab സ്ക്വയർ 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ശരി. എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ആണ് കേട്ടോ. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്. ശരി, അങ്ങനെയെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 എന്തായിരിക്കും? എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 എന്തായിരിക്കും ആമിന? എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 a പ്ലസ് ബിയുടെ ക്യൂബ് ഇൻറ്റു എ പ്ലസ് ബി ആണ്. എനിക്ക് പക്ഷെ ഫൈനൽ ആൻസർ വേണം. എനിക്ക് ഇപ്പൊ എഴുതിയ പോലെ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടണം. അങ്ങനെ കണ്ടുപിടിക്കാം. ആമിനെ പറഞ്ഞ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുന്ന ആൻസർ എന്താണ്, അതാണ് എനിക്ക് വേണ്ടത്. a raised to 4 എ റേസ് ടു 4 ശരിയാണ്. എ റേസ് ടു 4 പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് b raised to 4. അല്ല, ആമിനെ രണ്ടെണ്ണം അപ്പുറം നിന്ന് കടമെടുത്തു. ഇവിടെ കടമെടുത്തിട്ടില്ല കേട്ടോ. ആദ്യത്തെ മാറ്റിയിട്ട് മറ്റേതൊക്കെ അവിടെ നിന്ന് കടമെടുക്കില്ലേ? ഇതേ 3 അല്ല ആമിന, 4 ആണ്. 4 ബാക്കി പറഞ്ഞോ. 4 എ ക്യൂബ് സ്ക്വയർ പ്ലസ് ബി ആണ്. ബി 4a ക്യൂബ് ബി 4a ക്യൂബ് ബി പ്ലസ് 6 ബാക്കി പറഞ്ഞോ. കോഎഫിഷ്യന്റ് ഞാൻ പറയാം, ബാക്കി ആമന പറഞ്ഞോ. 6ab ക്യൂബ് അല്ല, 6a സ്ക്വയർ a സ്ക്വയർ ബി ക്യൂബ് അല്ല. ഒരു പാറ്റേൺ ഉണ്ടെന്നേ, ആ പാറ്റേൺ കിട്ടിയിട്ടില്ല. ഒരു പാറ്റേണിലാണ് ആ കാര്യങ്ങൾ വരുന്നത്. ആ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ എ പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ പാറ്റേൺ നോക്കി എങ്ങനെയാ വന്നേക്കണം നോക്കി. എ പ്ലസ് ബി ഹോൾ ക്യൂബിനകത്ത് എങ്ങനെയാണ് വന്നേക്കുന്നത് ശ്രദ്ധിച്ച പിള്ളേരെ. ആദ്യം എ ക്യൂബ് 6ab ക്യൂബ് അല്ല. അമിന വെയിറ്റ്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, അവിടെ 3 ടേം ഉണ്ട്. ഓരോ ടേമിനകത്തും എയുടെയും ബിയുടെയും പവറുകൾ എങ്ങനെയാണ് വന്നേക്കുന്നത്. എ പ്ലസ് ബി ഹോൾ ക്യൂബിനകത്ത് ഓരോ ടേമിനകത്ത് 4 ടേം ഉണ്ട്. ഓരോ ടേമിനകത്ത് പവറുകൾ എങ്ങനെയാണ് വന്നേക്കുന്നത് ഒന്ന് നോക്കുക. എയുടെ പവർ എങ്ങനെയാണ്, ബിയുടെ പവർ എങ്ങനെയാണ്, അത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എടുത്തിട്ട് നോക്കിയേ, അതിനകത്ത് പവറുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും റിലേഷൻ കാണാൻ പറ്റുണ്ടോ ആമിന? എ ക്യൂബ് എ സ്ക്വയറും എ ക്യൂബ് ആദ്യത്തെ എ ക്യൂബ് അല്ലേ? ആദ്യത്തെ ടേമില് എ ക്യൂബ് അല്ലേ പവർ? ഇവിടെ 3 ആണ് കേട്ടോ. 3 ആണ് ആദ്യത്തെ ടേമില് പവർ 3 ആണ്. അടുത്ത ടൈം ആയപ്പോഴോ എയുടെ പവർ എത്രയാ നോക്കി. എത്രയാമിന എയുടെ പവർ? ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം. എയുടെ പവർ ആദ്യത്തേല് 3 ആണ്. രണ്ടാമത്തെ ടൈമിൽ എത്രയാ? 2. മൂന്നാമത്തെ ടൈമിൽ എയുടെ പവർ എത്രയാ? 1. നാലാമത്തെ ടൈമിൽ എയുടെ പവർ എത്രയാ? നാലാമത്തെ ടേമിലല്ലോ. അതിപ്പോ എ ഉണ്ട്, ഞാൻ എഴുതാത്തതാ അമന, ഞാൻ എഴുതാത്താണ്. അവിടെ എ ഉണ്ട്, സൂക്ഷിച്ചൊക്കെ ചിലപ്പോ കാണാൻ പറ്റും. 0. എ റേസ് ടു 0 ആണ് കേട്ടോ. എ റേസ് ടു 0 ഈക്വൽ ടു 1. എ റേസ് ടു 0 ആണ് അവിടെ. അപ്പോൾ ആദ്യത്തെ ടേമിനകത്ത് എയുടെ പവർ 3 ആയി, കുറഞ്ഞ് 2 ആയി, പിന്നെ 1 ആയി, പിന്നെ 0 ആയി. ദെൻ ബിയുടെ പവർ ആമന, ആദ്യത്തെ ടേമിലെ ബിയുടെ പവർ എത്രയാ? 0. ആദ്യത്തെ ടേമിലെ ബിയുടെ പവർ 0. രണ്ടാമത്തേലോ
1. അടുത്തേലോ 3. അപ്പോൾ എയുടെ മാക്സിമം പവറിൽ നിന്ന് തുടങ്ങും. എ പ്ലസ് ബി ഹോൾ ക്യൂബ് അല്ലേ? എ പ്ലസ് ബി ഹോൾ ക്യൂബ്. അപ്പൊ എയുടെ പവർ 3യിൽ നിന്ന് തുടങ്ങും. ആദ്യത്തെ ടേമിനകത്ത്, ടേം എന്തോ ആയിക്കോട്ടെ, ആദ്യത്തെ ടേമിനകത്ത് എയുടെ ക്യൂബ്, രണ്ടാമത്തെ ടേമില് എ സ്ക്വയർ ആയി, മൂന്നാമത്തെ ടേമിലോ എ ആയി, നാലാമത്തെ ടേം ആയപ്പോൾ അത് വാനിഷ് ചെയ്ത് പോയി, എ റേസ് ടു 0 1 ആയി. നേരെ തിരിച്ച് ബി മിനിമത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, ബി റേസ് ടു 0, അടുത്തായപ്പോൾ ബി റേസ് ടു 1, പിന്നത്തേത് ബി സ്ക്വയർ ആയി, പിന്നത്തേത് ബി ക്യൂബ് ആയി. അപ്പോൾ എയുടെ പവർ മാക്സിമം ആയ 3യിൽ നിന്ന് തുടങ്ങി മിനിമം ആയ 0യിൽ വന്ന് തീരും. ബിയുടെ പവർ നേരെ തിരിച്ച് മിനിമം ആയ 0യിൽ നിന്ന് തുടങ്ങി മാക്സിമം ആയ 3യിൽ വന്ന് തീരും കേട്ടോ. അത് റേസ് ടു ക്യൂബ് ആയപ്പോൾ. ഇനി അതിന്റെ തൊട്ട് മുകളിൽ നോക്കിയേ, സ്ക്വയർ ആയപ്പോൾ നോക്കിയേ എയുടെ പവർ ഉണ്ടോ? ആദ്യത്തേനകത്ത് എയുടെ പവർ എന്താണ്? 2, എയുടെ പവർ 2, രണ്ടാമത്തെ എയുടെ പവർ 1, മൂന്നാമത്തേനകത്ത് എയുടെ പവർ 0. ദെൻ ബിയുടെ പവർ ആദ്യത്തേല് 0, രണ്ടാമത്തേല് 1, മൂന്നാമത്തേല് 2. അതാണ് എന്റെ ബന്ധം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞേ അമിന. ബാക്കി പറഞ്ഞ അമിന. 6a square b square. എ സ്ക്വയർ ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ ബി. ഒരു കാര്യം കൂടെ പറയട്ടെ, പറയാൻ വിട്ടു എന്നേരം. ഈ ഓരോ ടൈമിലും എയുടെയും ബിയുടെയും പവർ കൂട്ടിയാല് കേട്ടോ, ആ ക്യൂബിന്റെ ആണ് പറഞ്ഞത്. 3 നോക്കിയേ, 3 + 0 3, 2 + 1 3, 1 + 2 3, 0 + 3 0, 3 കേട്ടോ. അപ്പൊ എല്ലാ ടൈമിലും പവറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 3 വരും. ഇവിടെ അതുപോലെ പവറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 4 വരും കേട്ടോ, 4 വരും. ശരി, പറഞ്ഞോ അമിന, ബാക്കി പറഞ്ഞോ. 6a square b square plus 4 ആണ് കേട്ടോ. അടുത്ത 4 a b ക്യൂബ്. ശരി, അടുത്തത് 1 ആണ്, കോഎഫിഷ്യന്റ് 1 ആണ്. ബാക്കി ടൈം പറഞ്ഞോ. b 4 b raised to 4. b raised to 4. ശരി, അടുത്ത് പറയാൻ ധൈര്യമുള്ള ആൾ കൈവയ്ക്ക്. a + b raised to 5 ആട്ടോ. a + b raised to 5 ആര് പറയും? ശരി, ഫാത്തിമയ്ക്കാണോ കൂടെ ധൈര്യമുള്ള ആള്? ഫാത്തിമ മാത്രമേ ഉള്ളോ? കൈ മാത്രമേ ഉള്ളൂല്ലോ ഫാത്തിമ. ശരി, ഫാത്തിമ നോക്കട്ടെ. a + b raised to 5 ഇതുപോലെ തന്നെയല്ലേ? ഇതുപോലെ തന്നെ പറഞ്ഞോ. ശരി, കോഎഫിഷ്യന്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കോഎഫിഷ്യന്റ് മാത്രം ഞാൻ പറഞ്ഞുതരും. a raised to 5 plus 5 a raised to 4 into b a raised to 4b plus 10 ആണ്. 10 a raised to 3 a raised to 3 b raised to 2 b raised to 2 a raised to 3 b raised to 2 plus അടുത്ത ഒറ്റ സെക്കൻഡ് ഫാത്തിമ, അതിന്റെ പവർ എത്രയാണെന്ന് കണക്കൂട്ടി നോക്കട്ടെ. അടുത്ത 10 ആണ് കേട്ടോ. 10 പറഞ്ഞോ. 10 a raised to 2 b raised to 3 plus 5 b raised b അല്ലേ? അല്ലെ, അടുത്ത ടൈം എഴുതി. അടുത്ത ടൈം ഞാൻ 5 എഴുതി. എന്റെ ബാക്കി ഫാത്തിമ പറഞ്ഞില്ല. a raised b raised to 5. അപ്പൊ എയോ? a 0 അല്ലേ? അല്ല, a1 a raised to 1 b raised to 4 plus അവസാനത്തെ ടൈം b raised to 5. b raised to 5. ഓക്കെ, എഴുതി ടെക്നിക്ക് മനസ്സിലായി പിള്ളേരെ. കോഎഫിഷ്യന്റ് പോട്ടെ, കോഎഫിഷ്യന്റ് ഞാൻ പറഞ്ഞു തന്നോളാം കേട്ടോ. കോഎഫിഷ്യന്റ് ഞാൻ പറഞ്ഞു തന്നോളാം. ബാക്കി ടേംസ് എഴുതിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? എയുടെ മാക്സിമം പവറിൽ നിന്ന് തുടങ്ങും.
5 ആണ് ചോദിച്ചത് എങ്ങനെയെങ്കിൽ a⁵5. അടുത്തേലായപ്പോൾ എയുടെ പവർ 1 കുറയും, ബിയുടെ പവർ 1 കൂടും. എല്ലാ സ്റ്റെപ്പിലും അങ്ങനെയാട്ടോ. എയുടെ മാക്സിമത്തിൽ നിന്ന് തുടങ്ങും. എയുടെ മാക്സിമം ആദ്യത്തെ ടേം ഞാൻ താഴെ എഴുതാവുന്നോടെ. ആദ്യത്തെ ടേമിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് a⁵5 b�0. ആ b�01 ആയതുകൊണ്ട് എഴുതാത്തതാണ് കേട്ടോ. b�01 ആണ്, എഴുതാത്തതാണ്. എയുടെ മാക്സിമം വരുന്ന പവർ 5, b�0. ഇനി അടുത്തതിനകത്ത് ഓരോന്ന് കുറച്ചുകൊണ്ടിരിക്കും. എയുടെ പവർ ഓരോന്ന് കുറയ്ക്കും, ബിയുടെ പവർ ഓരോന്ന് കൂട്ടും. അതാണ് മാർഗം. എയുടെ പവർ ഓരോന്ന് കുറയ്ക്കും. അതായത് മാക്സിമത്തിൽ തുടങ്ങിയതിനെ കുറച്ച് പോകും, മിനിമത്തിൽ തുടങ്ങിയതിനെ കൂട്ടി പോകും. എപ്പോഴും രണ്ടും കൂട്ടുമ്പോൾ 5 കിട്ടണം. അടുത്ത ടൈമിനകത്ത് a⁴ b⁴1 ആവും. അടുത്തതില് a³ b² ആവും. അടുത്തതില് a² b³ ആവും. അടുത്തതായപ്പോൾ a b⁴ ആവും. പിന്നത്തേലായപ്പോൾ a�0 b⁵5 ആവും. ഇതാണ് പരിപാടി കേട്ടോ. ഇനി കോഎഫിഷ്യന്റ് കിട്ടണത്. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിച്ച കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇപ്പോൾ പഠിച്ചു നിർത്തിയ കോമ്പിനേഷൻ ആണ് കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു തരാം, ഇവിടെ നോക്കിക്കൊള്ളുക. ഈ a+b³ ആയിക്കോട്ടെ. a+b³ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞ് അത് മാത്രം ഞാൻ താഴത്തേക്ക് എടുത്ത് എഴുതാം. a+b³ കോഎഫിഷ്യൻസ് നോക്കിക്കോട്ടെ. ആദ്യത്തെ ടൈം 1 അല്ലേ? 1 3 3 1 കണ്ട പിള്ളേരെ നിങ്ങള്? എനിക്ക് ഇനി സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാണ്ടായിപ്പോ, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത്. a+b⁵ കോഎഫിഷ്യന്റ് ആയിട്ട് വന്നേക്കുന്നത് 1 3 3 1 ആണ്. സ്ക്രോൾ ചെയ്യാണ്. 1 3 3 1 ഇവിടെ എഴുതാം. 1 3 3 1. a+b⁴ a+b⁴ വന്നിരിക്കുന്നു നോക്കി. 1 6 6 4 1 1 4 6 4 1 1 4 6 4 1. a+b⁵നകത്തോ a+b⁵ വന്നിരിക്കുന്നത് 1 5 10 10 5 1 1 5 10 10 5 1. a+b²നകത്ത് 1 2 1 1 2 1. എന്തെങ്കിലും പറയാമോ ബന്ധം? കോമ്പിനേഷൻ ആണ് കേട്ടോ, കോമ്പിനേഷൻ ആണ്. അത്ര ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ പറഞ്ഞു. കോമ്പിനേഷനിലൂടെയാണ് സാറേ. അതിനകത്ത് ഇപ്പം a+b⁴ എന്ന് പറയുമ്പം 1 എല്ലാത്തിനകത്ത് ആദ്യം 1 തന്നെ വരും. രണ്ടാമതെന്ന് പറയുമ്പം 1 + 3 4. പിന്നെ കോമ്പിനേഷൻ ഉപയോഗിച്ച് പറഞ്ഞു. ഒരു കോമ്പിനേഷൻ ആണ്, എല്ലാം കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത്. നമ്മളിപ്പോ തൊട്ട് മുമ്പിലത്തെ ചാപ്റ്റർ പഠിച്ചില്ലേ NCR, ആ കോമ്പിനേഷൻ ഉപയോഗിച്ച് പറഞ്ഞു. ഇത് a+b² ആണ്. a+b²ന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇത് a+b³ ആണ്. a+b⁴ ആണ്. ഇത് a+b⁵ ഞാൻ പറയാം. അതായത് a+b ഏതാണ്? 6 ഇവിടെ നിന്ന് തുടങ്ങാം. a+b² തുടങ്ങാം. a+b² 2 അല്ലേ? 2 2c0. എന്താണ് 2c0? പറഞ്ഞപ്പോഴേ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, ചെയ്ത് നോക്കാണ്ട് പെട്ടെന്ന് ഇവിടെ ആൻസർ പറയാം. 2c0 എത്രയാ? 1. 2c0 ആണത് 1. 2c1 2c1 2 2c2 2c2 1. 2c0 2c1 2c2 അവയാണ് കോഎഫിഷ്യൻസ്. മനസ്സിലായോ? 2c0 2c1 2c2. ഇനി 3 പവർ 3 ആയിരുന്നെങ്കിൽ വന്നിരിക്കുന്ന കോഎഫിഷ്യൻസ് ഇവരാണത്. 3 3c0 3c1 3c2 3c3 വരെ 4 ഉണ്ട് കേട്ടോ അവിടെ. 3c0 1 ആണ്, 3c1 3 ആണ്, 3c2 3 ആണ്, 3c3 1 ആണ്. ഇനി പവർ 4 ആണെങ്കിൽ 4c0 4c1 4 4c2 6 4c3 4 4c4 1 ഇവരാണ് പവർ. ദെൻ 5 ആയപ്പോഴോ 5 ആയപ്പോൾ 5c0 1 ആണ് കേട്ടോ.
5C1 5, 5C2 10, 5C4 5, ഒരു 1 ഉണ്ട്, 5C5 1. ഇവരാണ് കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ a plus b raised to 6, a plus b raised to 6 നിങ്ങൾ ഈ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി കേട്ടോ. കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു തരാമോ? തെറ്റരുത്. നമുക്ക് വേണ്ടത് എന്നിട്ട് ജനറൽ ഫോർമുലയാണ്, അതിലേക്ക് പോകാം. a plus b raised to 6 കോഎഫിഷ്യന്റ് പറയണം. തെറ്റണ്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് എഴുതാം. ആദ്യം കോഎഫിഷ്യൻസ് മാത്രം എടുത്ത് എഴുതാം, പിന്നെ എയുടെയും ബിയുടെയും പവർ പിന്നെ എഴുതാം. ഒറ്റയടിക്ക് എഴുതാമെങ്കിൽ ഒറ്റയടിക്ക് എഴുതാം. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഫോർമുല ഇങ്ങോട്ട് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ എത്രത്തോളം ക്ലിയർ ആണെന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഒന്ന് പറഞ്ഞു നോക്കി, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. ഈ a plus b raised to 6ന്റെ എക്സ്പാൻഷൻ, അതായത് കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് വാല്യൂ കണ്ടുപിടിക്കേണ്ട, അത് കോമ്പിനേഷന്റെ ടൈമിൽ തന്നെ കിടന്നാൽ മതി. വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട, കോമ്പിനേഷന്റെ ടൈമിൽ തന്നെ കിടന്നാൽ മതി. ഒന്ന് പറഞ്ഞു നോക്കിയ മാഹിനെ. എഴുതണ്ട പിള്ളേരെ, ഇതിനകത്ത് എഴുതാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ജനറൽ ആയിട്ടുള്ള ഫോർമുല എഴുതിയാൽ മതി, ഇതൊന്നും എഴുതണ്ട. ജനറൽ ഫോർമുല മാത്രം എഴുതിയാൽ മതി. മാഹിനെ ഒന്ന് പറഞ്ഞേ. a raised to 6 എടാ അതിന്റെ കോഎഫിഷ്യന്റ് പറ. 1 ആണ്. അതിന് കോമ്പിനേഷൻ ഉപയോഗിച്ച് പറഞ്ഞേ. 6 1 ആണ് കേട്ടോ. 1 ഒക്കെയാണ്. 6C0 ആണ് 1 കേട്ടോ. 6C0 ആണ് 1. ഇനി പറഞ്ഞോ. 6C0 കൂടെ ഏത് വരും? a raised to 6C0 a raised to 6. ഇതാണ് ആദ്യത്തെ ടൈം. നിങ്ങൾ കണ്ടിരിക്കുക. 6C0 a raised to 6 ആണ് ആദ്യത്തെ ടൈം. സംശയമുണ്ടോ മാഹിനെ? ഇല്ല. രണ്ടാമത്തെ ടൈം എന്ന് പറഞ്ഞ സംശാദെ. രണ്ടാമത്തെ ടൈം പ്ലസ് 6C1 a raised to 5 ആണ്. a raised to 5 തീർന്നില്ല. b raised to 0 എടാ b raised to 0 എന്ന് പറഞ്ഞാൽ അത് ഇല്ലാണ്ടായി പോലെ. b raised to 6 പറഞ്ഞ അവസാനത്തെ ടൈമാ. b raised to 6 വരുന്നത് അവസാനത്തെ. ഞാൻ പറഞ്ഞത് എങ്ങനെയാ പവർ വരുന്നതെന്ന് പറഞ്ഞത്, എയുടെ മാക്സിമം പവറിൽ നിന്ന് തുടങ്ങും. പിന്നത്തെ ഓരോ സ്റ്റെപ്പിനകത്തും എയുടെ പവർ കുറയും, ബിയുടെ പവർ കൂടുന്നല്ലേ പറഞ്ഞേക്കണേ. എയുടെ പവർ കുറയും, ബിയുടെ പവർ കൂടും. b raised to 1 ആണ്. ഇവിടെ ബി ഇല്ലെന്നേ. a raised to 6ന്റെ കൂടെ b raised to 0 ആണ്. a raised to 5 b raised to 1 ആണ്. a raised to 5 b raised to 1 പ്ലസ്. അടുത്ത ടൈം എന്തായിരിക്കും തോമസേ? 6C2 a raised to 4 b square. ഗുഡ്. പ്ലസ്. അടുത്ത ടൈം പറഞ്ഞ അർഷാദെ. 6C3 a raised to 3 b raised to 3. ഓക്കെ ഗുഡ്. അടുത്തത് കൃഷ്ണന്റെ അടുത്ത ടൈം പറഞ്ഞേ. 6C4 a raised to 2 b raised to 4. Okay, good. Plus Sana, next time. 6C5 a raised to 1 b raised to 5. എല്ലാത്തിനകത്തും എയുടെയും ബിയുടെയും പവർ കൂട്ടിക്കഴിഞ്ഞാൽ 6 വരാമുള്ളൂ കേട്ടോ.
എല്ലാ ടൈമിലെയും എയുടെയും ബിയുടെയും പവർ കൂട്ടിക്കഴിഞ്ഞാൽ 6 ആയിരിക്കണം. ദെൻ ലാസ്റ്റ് ടൈം ഗൗരി 6C6 6C6 B raised to 6 B raised to 6 6C6 B raised to 6. ഇത് ബൈനോമിയൽ തിയർ ആണ് കേട്ടോ. ഇതിനാണ് ബൈനോമിയൽ തിയർ എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള എക്സ്പാൻഷൻ ആണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. നമുക്ക് വേണ്ടത് ഇനി ജനറൽ ഫോർമുലയാണ് കേട്ടോ. ആ n നമ്മളിപ്പോ A+B റേസ് ടു 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ഉം ഒക്കെ എഴുതി. ഇനി ജനറൽ ആയിട്ട് പോവാണ് A+B റേസ് ടു n. അത് എഴുതിയാൽ മതി നിങ്ങൾ കേട്ടോ. ഇതെല്ലാം ഒന്നും എഴുതി വെക്കണ്ട. അവിടെ എന്നിന് പോലെ ഓരോരോ വാല്യൂ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് കിട്ടും. A+B റേസ് ടു n അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് പറഞ്ഞു തരണം. A+B റേസ് ടു n എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ വേണമെങ്കിലും ആകാം കേട്ടോ. A+B റേസ് ടു n A+B റേസ് ടു n നമുക്ക് എങ്ങനെ എഴുതാം? ഏഞ്ചലെ ഫസ്റ്റ് ടൈം പറഞ്ഞോ. NC0 A raised to n. A raised to n. Okay, good. NC0 A raised to n. First time NC0 A raised to n ആണ്. Second time പറഞ്ഞ ആനന്ദേ NC1 A raised to n അല്ലേ? എന്നാണോ? എന്നല്ല, A raised to ഇവിടെ എയുടെ പവറിന് എന്നാ സംഭവിക്കണേ? കുറയും. അപ്പൊ ഓക്കെ A raised to n-1 തീർന്നില്ല. B അല്ലെങ്കിൽ B raised to 1 കേട്ടോ. B എന്ന് എഴുതിയാൽ മതി. B raised to 1 ആണ്. അടുത്ത ടൈം പറഞ്ഞേ അനന്തു രാജേഷേ. NC2 A raised to n-2 A raised to n-2 B raised to n+1 n+1 ഇപ്പൊ പറഞ്ഞേക്കാളും വലുതായില്ലോടാ. ആകെ ഇവിടെ n വരെ ഉള്ളൂ. സ്ക്വയർ ഈ താഴെ വരുന്ന നമ്പർ തന്നെ ആയിരിക്കും കണ്ടോ. NC1 ആണെങ്കിൽ B raised to 1, NC2 ആയപ്പോൾ B സ്ക്വയർ ഉണ്ടോ. NC2 B സ്ക്വയർ, NC1 B raised to 1, NC0 B raised to 0. ശരി, അടുത്ത ടൈം പറഞ്ഞേ മൂസിനെ. NC3 into n-3 A raised to n-3. ഒരു സെക്കൻഡ്, ഫസ്റ്റ് അത് നീ വിട്ടേ. പറഞ്ഞോനെ. NC3 into A raised to n-3 A raised to n-3 into B cube plus എക്സെട്രാ കേട്ടോ. എവിടെ വരെ ഉണ്ടെന്ന് അറിയാം. n ടേം ഉണ്ട്, n അല്ല n+1 ടേംസ് ഉണ്ട്. പ്ലസ് ലാസ്റ്റ് ടൈം എഴുതാം, എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ടൈം എഴുതാം കേട്ടോ. ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം എന്തായിരിക്കും ഷാമിനെ? ഷാമിൻ NC എവിടം വരെ ഉണ്ടാ? NC മാക്സിമം എവിടം വരെ ഉണ്ട്? n വരെ. NCN നിന്നോട് ഏറ്റവും എളുപ്പമുള്ള ചോദിച്ചേക്കണത്. NCN പെട്ടെന്ന് പറഞ്ഞോ ബാക്കി. A raised to n. അത് ആദ്യത്തെ ടൈമിലല്ലടാ A raised to n. നീ നോക്കി ഫസ്റ്റ് ചെയ്തേക്കണ ടൈമിലല്ലേ A raised to n നോക്കി. ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കണം ഫസ്റ്റ് ചെയ്തേക്കണേ. ഇതല്ലേ A raised to n. ആദ്യത്തെ ടൈമിലല്ലേ A raised to n. അവിടെ എയുടെ പവർ കുറഞ്ഞു പോവല്ലേ, ബിയുടെ പവർ കൂടി പോവും.
ചെയ്തേക്ക് ഐഷ. മ്യൂട്ട് ചെയ്തടാ ഐഷ. NCN B raised to N. NCN B raised to N. ലാസ്റ്റ് ടൈം എയുടെ പവർ കുറഞ്ഞ് എയുടെ പവർ കുറഞ്ഞ് 0 ആവും. ബിയുടെ പവർ കൂടി മാക്സിമത്തിൽ ഇട്ടും കേട്ടോ. അങ്ങനെ ആ സെക്കൻഡ് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞ് ഹസ്ന നജീബെ, സെക്കൻഡ് ലാസ്റ്റ് ടൈം NCN minus 1. NCN minus 1. A. B raised to N minus 1. Okay, good. B raised to N minus 1. ഇത് എഴുതിക്കോട്ടെ പിള്ളേരെ. For any positive integer n, for any positive integer n, for any positive integer n, a plus b the whole raised to n. For any positive integer n, a plus b the whole raised to n. ഈ ഫോർമുല ഓർത്തിരിക്കുക കേട്ടോ. ഈ ഫോർമുല ഓർത്തിരിക്കുക. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്. ഇത്ര എണ്ണം നമുക്ക് വരില്ല. നമുക്കുള്ളോട് ചോദിക്കുന്ന ഒരു മാക്സിമം 4 or 5 ഒക്കെ ആയിരിക്കും കേട്ടോ. a plus b raised to 4, a plus b raised to 5 അല്ലെങ്കിൽ 6 അതിക്കുള്ളൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. അപ്പൊ നമുക്ക് അന്നേരം എക്സെട്രാസിന്റെ ആവശ്യമില്ല കേട്ടോ. എല്ലാ ടൈമും എഴുതാം. ഇത് എന്നു പറഞ്ഞപ്പോൾ എന്റെ ഒരു വലിയ നമ്പർ ആണെന്നുള്ള അസംഷനിലാണ് എഴുതിയിരിക്കുന്നത്. ആ പാറ്റേൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. തന്നെ എഴുതുക. ബോർഡിൽ നോക്കാണ്ട് തന്നെ എഴുതിക്കേ. a plus b raised to n. a plus b raised to n എന്താന്നുള്ളത് സ്ക്രീനിൽ നോക്കാതെ നിങ്ങൾ തന്നെ എഴുതിക്കേ. കോഎഫിഷ്യൻസ് NC0, NC1, NC2, NC3 അങ്ങനെ NCN വരെ പോകും. എയുടെ മാക്സിമം പവറായി എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. a raised to n, a raised to n minus 1 b, a raised to n minus 2 b square. എയുടെ പവർ ഓരോന്ന് കുറയും, ബിയുടെ പവർ ഓരോന്ന് കൂടും. നല്ലൊരു ബി ഫോർമുല എല്ലാവർക്കും അറിയാതിരിക്കണം കേട്ടോ. a plus b raised to n ന്റെ എക്സ്പാൻഷൻ എല്ലാവർക്കും അറിയാതിരിക്കണം. a plus b raised to 4, a plus b raised to 5 ഒക്കെ എല്ലാം അറിയാതിരിക്കണം. തന്നെ എഴുതിക്കോളൂ കേട്ടോ. കാണാണ്ട് എഴുതുക. റിസൾട്ട് എഴുതിയെങ്കിൽ താഴെ ഒബ്സർവേഷൻസ് എഴുതി അണ്ടർലൈൻ ചെയ്തേ. ഒബ്സർവേഷൻസ് a plus b the whole raised to n എഴുതി താഴെ എഴുതുക. ഒബ്സർവേഷൻസ്. This expansion contains, ഒന്നാമത്തെ ഒബ്സർവേഷൻ ആണ്. This expansion contains എത്ര ടേം ഉണ്ടെന്നാണ് കേട്ടോ. ഇതിനകത്ത് എത്ര ടേം ഉണ്ടെന്ന് നോക്കി. എത്ര ടേം ഉണ്ടെന്ന്. This expansion contains എത്ര ടേം ഉണ്ടായിരിക്കും. എത്ര ടേം ഉണ്ട് മാഹിനെ ഈ എക്സ്പാൻഷനകത്ത്? ഇൻഫിനിറ്റി ആണ്. ഓഹോ, ഇൻഫിനിറ്റി ഒന്നും ഇല്ലടാ. നമുക്ക് അറിയാൻ പാടില്ലല്ലോ എത്ര. അറിയാം. എന്നല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ സ്ക്രോൾ ചെയ്യാം, പുറകോട്ട് പോവാം. a plus b സ്ക്വയറിനകത്ത് എത്ര ടൈം ഉണ്ടെന്ന് നോക്കി. ഇപ്പൊ നിനക്ക് സ്ക്രീനിൽ കാണാതിരിക്കും. a plus b സ്ക്വയറിനകത്ത് എത്ര ടൈം ഉണ്ട്? 3 അല്ലെ. ഞാൻ സൈഡിലാണ്. a plus b സ്ക്വയറിനകത്ത് 3 ടൈം ഉണ്ട്. a plus b ക്യൂബിനകത്തോ 5. 4. ശരി. a plus b raised to 4നകത്തോ 5. a plus b raised to 5നകത്തോ 6. a plus b raised to n-നകത്തോ n+1. n+1. This expansion contains n+1 terms. n+1 term ഉണ്ട് കേട്ടോ അവിടെ. n+1 term ഉണ്ട്. ഇവിടെ തൊട്ട് എണ്ണി തുടങ്ങിക്കോ. രണ്ടാമത്തോട്ട് എണ്ണാട്ടോ. ഇതേ 1, 2, 3 അങ്ങനെ n വരെ. n
കൂടാതെ ഒരു ടേം കൂടെ ആദ്യമല്ലേ, അങ്ങനെ n+1 ടേംസ് ഉണ്ട്. ദിസ് എക്സ്പാൻഷൻ കണ്ടെയ്ൻസ് n+1 ടേംസ്. ഓക്കെ, ദിസ് എക്സ്പാൻഷൻ കണ്ടെയ്ൻസ് n+1 ടേംസ്. ബാക്കി നാളെ പറയാം കേട്ടോ. ഇനി ഇതിനകത്ത് കുറച്ച് a-b പറയണം. പിന്നെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കും. നാളെ വരുമ്പോൾ ഈ ഫോർമുല കൃത്യമായിട്ട് എല്ലാവർക്കും അറിയായിരിക്കണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. La 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 la.